പ്രിയ നമസ്തേ മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം, ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന അതിഥി, അദ്ദേഹം സിദ്ധവൈദ്യം പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഗുരുവാണ്. കൂടാതെ ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയിലെ ഒരു ആചാര്യനുമാണ്. ആ ഒരു മാന്യദേഹത്തോടെ ഈ ഒരു വിഷയം നമ്മൾ സംസാരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു വിഷയം അംഗമായി നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇവിടെ അറിയിച്ചത് തന്നെ ഈ സിദ്ധവൈദ്യം ആധുനിക ജീവിതത്തിൽ എന്നൊരു വിഷയത്തെ അതിനെക്കുറിച്ച് സംസാരിക്കാം എന്നാണ്. എന്തായാലും കൂടുതലൊന്നും തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ടതില്ല. ആത്മീയ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഹൈന്ദവ ആത്മീയ മണ്ഡലത്തെ ഉറ്റുനോക്കുന്ന ഓരോരുത്തർക്കും അറിയാവുന്ന സുപരിചിതമായ മുഖമാണ്. ഇനി അല്ല ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പരിചയപ്പെടാം, നമുക്ക് അദ്ദേഹത്തെ അറിയാൻ ശ്രമിക്കാം. സ്വാമി രാജവൈദ്യൻ മോഹൻലാൽ എന്നറിയപ്പെടുന്ന ആ മാന്യദേഹത്തെ നമ്മൾ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വാമിജി, അങ്ങേക്ക് ഈ ഒരു അഭിമുഖത്തിലേക്ക് സ്വാഗതം. നമസ്തേ. സ്വാമിജി, അങ്ങയോട് ആദ്യമായിട്ട് തന്നെ അങ്ങയെ അറിയുന്നവരും ഉണ്ടായിരിക്കും, നമ്മളുടെ ഇത് കാണുന്നത്, അല്ലാതെ അറിയാത്തവരും ഉണ്ടായിരിക്കും. എന്നിരുന്നാലും അങ്ങയോട് ചോദിക്കാനുള്ളത്, അങ്ങ് എവിടെയാണ് ഇങ്ങിപ്പോ പ്രവർത്തിക്കുന്നത്? അങ്ങയുടെ സ്വദേശം ഉണ്ടെങ്കിൽ ഇപ്പോൾ ആചാര്യന്മാര് സ്വദേശം അല്ലെങ്കിൽ പൂർവാശ്രമം കാണുന്നില്ല, എവിടെയാണ്? അതുപോലെ തന്നെ അങ്ങ് ആത്മീയ മേഖലയാണോ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റിപ്പോ ഈ വൈദ്യ സമ്പ്രദായം അല്ലെങ്കിൽ ആ വൈദ്യമാണോ അങ്ങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡോക്ടറാണ്? എന്താണ് അങ്ങയുടെ പ്രവർത്തനം ചുരുക്കി ഒന്ന് ആദ്യത്തിൽ ഒന്ന് പറഞ്ഞു? ഞാന് സ്വാമി രാജവൈദ്യൻ മോഹൻലാൽ, തിരുവനന്തപുരം കുമാരപുരം മെഡിക്കൽ കോളേജിനടുത്തുള്ള കുമാരപുരത്താണ് താമസിക്കുന്നത്. ഞാൻ ഒരു 44 വർഷമായിട്ട് ഒരു സാധകനാണ്. ശൈവ സിദ്ധയോഗി സമ്പ്രദായത്തിൽ ദീക്ഷ സ്വീകരിച്ച് ഒരു ഗൃഹസ്ഥനാണ്. 2 മക്കളുണ്ട്, ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. എൻ്റെ പ്രധാനമായ ഒരു തൊഴിൽ എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണലാണ്, ഒരു ഡോക്ടർ. ഞാൻ സിദ്ധവൈദ്യ സമ്പ്രദായത്തിലാണ്, അതോടൊപ്പം നാച്ചുറോപ്പതിയിലുമാണ് ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. സിദ്ധവൈദ്യത്തിലെ രാജവൈദ്യ രസശാസ്ത്രി എന്ന കോഴ്സ് കഴിഞ്ഞതുകൊണ്ടാണ് ഈ രാജവൈദ്യൻ എന്ന് പറയുന്നത്. ഇന്ന് ആ കോഴ്സ് ഇല്ല, ഇന്ന് BSMSും MD ഒക്കെ ഉള്ളൂ. മറ്റൊന്ന്, ചാരിറ്റി പ്രവർത്തനങ്ങൾ. വർഷങ്ങളായി നമുക്ക് സമ്പാദ്യമായിട്ട് വരുന്ന സമ്പത്തിന്റെ ഒരു ഭാഗം ആരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ടൊന്നുമല്ല, അല്ലാതെ തന്നെ ചാരിറ്റി പ്രവർത്തനം ഇതിനോടൊപ്പം തന്നെ തുല്യ പ്രാധാന്യത്തോടുകൂടി ചെയ്യുന്നുണ്ട്. 3, എൻ്റെ ആത്മീയ അന്വേഷണമാണ്. ആത്മീയ അന്വേഷണത്തിൽ ഞാനൊരു ക്ഷേത്ര പൂജാരിയായിരുന്നു. അതുമുതൽ ക്ഷേത്രപൂജാരി ആയത് തന്നെ മന്ത്രത്തിന് ശക്തിയുണ്ടോ എന്നറിയുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. അങ്ങനെ തുടർന്ന് ശൈവ സിദ്ധയോഗി സമ്പ്രദായത്തിൽ ഒടുവിൽ തമിഴ്നാട്ടിലെ അംബാസമുദ്രത്തിനടുത്തുള്ള പാവനാശത്തിലെ പൊതികായി മലയിലെ കല്യാണ തീർത്ഥത്തിൽ വസിച്ചിരുന്ന കൃഷ്ണവേണി അമ്മയാണ് അവസാനത്തെ ശൈവ സിദ്ധയോഗി സമ്പ്രദായത്തിൽ ഗുരുവായിട്ടുള്ളത്. അമ്മ സമാധിയായി. ഞാന് ഗൃഹസ്ഥനാണെന്ന് പറഞ്ഞു. ഇപ്പോഴും ആത്മീയ അന്വേഷണം, ആത്മജ്ഞാനം നേടിയത് കൊണ്ടൊന്നും ആവില്ല. 4 വേദങ്ങളും പഠിച്ചുവെങ്കിലും, അത് കാണാതെ പഠിച്ചു പറയുന്നുവെങ്കിലും, അതിന്റെ തത്വം ഗ്രഹിച്ച് അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത്? അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുകയും അനുഭവത്തിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാധനം. നാളെ ചിലപ്പോൾ സാമ്പ്രദായിക ദീക്ഷ സ്വീകരിച്ചു കൂടായികയൊന്നുമില്ല. ഇപ്പോൾ ഇതാണ്. പിന്നെ സാമൂഹിക ബന്ധങ്ങളിൽ നിന്ന് പരമാവധി വിട്ടുമാറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് പരമാവധി വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാവുന്നിടത്തോളം മാറിക്കൊണ്ടിരിക്കുന്നു. 2 കാര്യങ്ങളിൽ വ്രതം എടുത്തിട്ടുള്ള ആളാണ് ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബവും. ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള സത്യം പദ, ഒരു കോംപ്രമൈസിലും അതിൽ ഞാനും എൻ്റെ കുടുംബവും വിട്ടുവീഴ്ച ചെയ്യാറില്ല. 2, ധർമ്മം ഓരോരുത്തരുടെയും അനുഭവത്തിൽ അല്ലെങ്കിൽ സങ്കല്പത്തിൽ വ്യത്യസ്തമാണ്. പൂർണ്ണമായും
എന്താണോ മറ്റൊരാൾക്ക് ദോഷകരമല്ലാത്തത് ആ മാർഗത്തിൽ ചരിക്കുക, ധർമ്മം ആചരിക്കുക. ഇത് കൃത്യമായി സത്യം വദ ധർമ്മം ചര എന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും സ്വാമിജി, അങ്ങയോട് എന്തായാലും നമുക്ക് സിദ്ധവൈദ്യത്തെ കുറിച്ച് തന്നെയാണ് കൂടുതൽ ചോദിക്കാനും ഒക്കെ ഉള്ളത്. അപ്പൊ ആത്മീയത കൂടി വേണം, അത് വേറെ കാര്യം. എന്തായാലും ഈ സിദ്ധവൈദ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ വൈദ്യം നമ്മൾ പലതരത്തിലുള്ള വൈദ്യങ്ങൾ പറയാറുണ്ട്. അതിൽ തന്നെ ഇപ്പൊ നമുക്ക് ചരകനും ശുശ്രൂതനും ഒക്കെ ആചാര്യന്മാര് പറയും. അപ്പൊ സിദ്ധവൈദ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നും, അതുപോലെ തന്നെ സിദ്ധവൈദ്യ പാരമ്പര്യത്തിന് ഗുരുപരമ്പരയായിട്ട് എന്തൊരു ആചാര്യ പരമ്പരയുണ്ടോ? ഇപ്പൊ സിദ്ധന്മാര് 18 സിദ്ധന്മാരൊക്കെ പറയുമ്പോൾ ഭോഗരും പുലിപ്പാണിയും അഗസ്ത്യരും ഒക്കെ അടങ്ങുന്ന അങ്ങനെ ഒരു സിദ്ധ പാരമ്പര്യം അവരുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അതൊക്കെ ഒന്ന് അറിയാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു, ഒന്ന് പറഞ്ഞത് നന്നായി. സിദ്ധവൈദ്യം എന്നറിയുന്നതിന് മുമ്പേ സിദ്ധൻ ആരാണ്, സിദ്ധൻ എന്താണ്, സിദ്ധി, ഇതൊക്കെയാണ് അറിയേണ്ടത്. സിദ്ധന്മാര് പൊതുവെ എല്ലാവരും കരുതുന്നത് ദക്ഷിണേന്ത്യൻ പ്രദേശത്തുള്ള ഋഷി സമ്പ്രദായം പോലെ ദക്ഷിണേന്ത്യയിൽ ജീവിച്ചു വന്നിരുന്ന ഒരു വിഭാഗം, പ്രത്യേകിച്ചത് അഗസ്ത്യ മുനിയുമായി ബന്ധമുള്ള അഗസ്ത്യ പരമ്പരയിലുള്ളവരെയൊക്കെ പൊതുവെ സിദ്ധന്മാരെന്നാണ് അറിയുന്നത്. ഈ സിദ്ധവൈദ്യവും ആയുർവേദവും അല്ലെ പ്രകൃതി ചികിത്സയും അല്ലെ യോഗ ചികിത്സയും അല്ലെ ഇപ്പം ലഡാക്കിലൊക്കെ ബുദ്ധിസ്റ്റുകളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഒരു ചികിത്സാ രീതിയാണ് ആംജി എന്ന് പറയുന്നതും, അതല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഓരോ ജില്ലകൾ തന്നെ എടുത്തു നോക്കും. തിരുവനന്തപുരം ജില്ലയിൽ വന്നാൽ ഇതിനൊക്കെ അപ്പുറത്ത് ട്രൈബൽ കേന്ദ്രങ്ങളിൽ ട്രൈബൽ ചികിത്സകളായിട്ട് എല്ലായിടത്തും ഉണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ വന്നാൽ കാണി ചികിത്സ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. കൊല്ലം ജില്ലയിൽ ചെന്ന് കഴിഞ്ഞാൽ അച്ചൻകോവിൽ പ്രദേശമൊക്കെ ഉൾക്കൊള്ളുന്നത്, അവിടെ മലമ്പണ്ടാര ചികിത്സാ രീതി. പത്തനംതിട്ട ജില്ലയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മല അരയാർ, ശബരിമലയൊക്കെ എരുമേലി ശബരിമലയൊക്കെ ഉൾക്കൊള്ളുന്ന പ്രദേശം മല അരയ ചികിത്സയുണ്ട്. ഇതെല്ലാ ഭാഗത്തുമുണ്ട്. നമ്മുടെ രാജ്യത്തെ ജില്ലകളിൽ മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിൽ പ്രത്യേക ചികിത്സയുണ്ട്. ലോകം മുഴുവൻ ഇതുണ്ട്. അപ്പൊ ആദ്യമായിട്ട് ഈ ചികിത്സാ സമ്പ്രദായവും ഉണ്ടായിരുന്നത് വൈദികകാലം മുതലേ ഉണ്ടായിരുന്നത് ആദിവാസി ചികിത്സകളായിരുന്നു. കാലക്രമേണ പ്രാദേശികമായി ദേശകാലത്തിനനുസൃതമായി പല പേരുകൾ ഇതറിയപ്പെടും. ഇപ്പം ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിൽ നിന്നാണ് സംസ്കൃതവുമായി ബന്ധപ്പെട്ട് ആയുർവേദം, ഇതേ ആദിവാസി ചികിത്സകൾ, ആ ആദിവാസി ചികിത്സകൾക്ക് അതിനെ പരിഷ്കരിച്ച് ആയുർവേദമായി മാറി. എന്നാൽ ദക്ഷിണേന്ത്യൻ പ്രദേശത്ത് വന്നപ്പോൾ ഇതേ ആദിവാസി ചികിത്സ തന്നെയാണ്, അതിനെ പരിഷ്കരിച്ച് സിദ്ധവൈദ്യവുമായി മാറി. സിദ്ധവൈദ്യത്തിന്റെ ആചാര്യനായി ഗണിക്കുന്നത് അഗസ്ത്യമുനിയാണ്. നമ്മൾ അതിനു മുമ്പുള്ള ഇതിന്റെ ആ ഒരു മഹത്വത്തെ കാണിക്കാൻ വേണ്ടി ഇത് ശിവൻ പാർവതിക്കും, പാർവതി നന്ദിക്കും, നന്ദി അഗസ്ത്യനൊക്കെ കൊടുത്തു എന്നൊക്കെ പറയുന്നു. അതിന്റെ മഹത്വത്തെ കാണിക്കാനാണ്. അപ്പൊ ആയുർവേദം നമുക്കറിയാം, അശ്വിനി ദേവകൾക്ക് ബ്രഹ്മാവ് അശ്വിനി ദേവകൾക്ക് കൊടുത്തു, ഇങ്ങനെ വന്നതായിട്ട് അത് വിട്ടേക്കാം. പക്ഷെ ഈ ഉത്തരേന്ത്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ആയുർവേദവും ദക്ഷിണേന്ത്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട സിദ്ധ ചികിത്സയും ഉരുത്തിരിഞ്ഞ് വന്നത് അടിസ്ഥാനപരമായി ഇവിടുത്തെ ആദിവാസി സംസ്കൃതിയിൽ നിന്നും തന്നെയാണ്. അതിൽ നിന്നും അല്ലാതെ മറ്റൊരു സംസ്കൃതിയും ഇവിടെ ഉണ്ടായിട്ടില്ല. വേദത്തെ പറ്റി പോലും പല പക്ഷങ്ങളുണ്ട്. ചതുർവേദങ്ങൾ എന്ന് നാം ഒക്കെ കേട്ടിട്ടുണ്ട്. വേദത്തിൽ ഇല്ലാത്തതൊന്നും എങ്ങുമില്ല എന്നും പറയാറുണ്ട്. പക്ഷെ അത് ഈ ചതുർവേദത്തെയല്ല, വേദം ഒന്നേ ഉള്ളൂ. പക്ഷെ വ്യാസൻ പോലും നമുക്കറിയാം, കിട്ടാവുന്നിടത്തോളം വേദത്തിന്റെ അറിവുകൾ സമാഹരിച്ചെടുത്ത് അത് 4ആയി ഭാഗിച്ചു. അപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട്, ഇതിന്റെ എത്രയോ മടങ്ങ് സമാഹരിക്കാൻ കിടക്കുന്നു, എനിക്ക് ഇത്രേ കിട്ടിയുള്ളൂ. അപ്പോൾ സമാഹരിക്കാൻ കിടക്കാത്തതെല്ലാം ഉണ്ട്, അതും വേദങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വേദം ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം അവകാശപ്പെട്ടതാണെന്നും മറ്റൊരു വിഭാഗത്തിന് അവകാശമില്ല എന്ന് പറയാൻ പറ്റില്ല. വേദങ്ങൾ ഇപ്പോഴും അവകാശികൾ ഇപ്പോഴും യഥാർത്ഥത്തിൽ ആരും അറിയപ്പെടാതെ ഉണ്ട്.
ഈ ചികിത്സാ രീതികൾ പോലും അടിസ്ഥാനപരമായി അതിൻ്റെ അവകാശികൾ മറ്റും ഈ എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ആയുർവേദം എന്നും സിദ്ധവൈദ്യമെന്നും പ്രകൃതി ചികിത്സയെന്നും ആംചി എന്നും ഇതിനെ തരംതിരിക്കുന്നതിനോടും എനിക്ക് വലിയ അഭിപ്രായം ഇല്ല. കാര്യം ലോകത്തിന് മുന്നിൽ ഋഷി പരമ്പരകൾ മുന്നോട്ട് വെച്ച ആയുഷിന്റെ സംരക്ഷണത്തിനായി മുന്നോട്ട് വെച്ച അറിവുകളാണ്. ഋഷിമാർ ഒരു പ്രത്യേക വിഭാഗത്തിനോ ഒരു സമൂഹത്തിനോ ഒരു കുലത്തിനോ ഗോത്രത്തിനോ ഒന്നുമല്ല, മാനവ സമൂഹത്തിന് വേണ്ടി വെച്ചതാണ്, ലോകത്തിന് വേണ്ടി വെച്ചതാണ്. ഇത് പ്രാദേശികമായി പല പേരുകളിലും പല രീതിയിൽ സംസ്കരിക്കപ്പെട്ടു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സിദ്ധവൈദ്യത്തിന്റെ പ്രസക്തി പോലെ തന്നെ ആയുർവേദത്തിനും പ്രസക്തിയുണ്ട്. സ്വാമിജി, അങ്ങിപ്പോ പറഞ്ഞത് വലിയൊരു കാര്യം തന്നെയാണ്. പ്രേക്ഷകർക്കും തന്നെ എന്താ വെച്ചാൽ ഏതൊരു കാര്യവും നമ്മൾ അടിസ്ഥാനപരമായി നമ്മൾ എപ്പോഴും പുറകോട്ട് നിൽക്കുന്ന ഒരു സമൂഹത്തിന് അതിന്റെ പ്രാധാന്യത്തെ കാണിക്കാൻ ആചാര്യന്മാർ, ഇത്തരത്തിലുള്ള ഹൈന്ദവ ആചാര്യന്മാർ തന്നെയാണ് മുന്നോട്ട് വരേണ്ടത്. അങ്ങ് പറഞ്ഞ മലയേറിയ സമൂഹമൊക്കെ അതുപോലെ തന്നെ പാണർക്കും പറയർക്കും പുലയർക്കും ഒക്കെ അങ്ങനെയുള്ള വേലന്മാർ, ഇവർക്കൊക്കെ തന്നെ വൈദ്യ പാരമ്പര്യമുണ്ട്. അതുപോലെ മൂസത്തിനും എല്ലാവർക്കും അപ്രകാരമുണ്ട്. എല്ലാവർക്കും പാരമ്പര്യമുണ്ട്. പലപ്പോഴും അത് നമ്മളാരും അറിയുന്നില്ല, അതിന്റെ മഹത്വത്തെ അറിയില്ല. ഹൈന്ദവർ തന്നെ വിസ്മരിക്കുന്നു എന്നൊരു ഒരു പോരായ്മ നന്നായിട്ടുണ്ട്. അത് അവിടെയാണ് അങ്ങ് ഈ പറഞ്ഞ വാക്കുകൾ കൂടുതൽ കൂടുതൽ വിചാരം ചെയ്യട്ടെ. ഈ ഭഗവാൻ വേദവ്യാസൻ പറഞ്ഞ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ കൃഷ്ണൻ ഗീതയിൽ പറയുന്നു, ഈ കാണുന്ന വേദത്തിലുള്ളതല്ല, അതിന്റെ അപ്പുറം പുറത്തിരിക്കുന്നുണ്ട്. അതിനെ വിശദീകരിക്കാൻ എനിക്ക് ആയിട്ടില്ല എന്ന് പറഞ്ഞ വസ്തുത അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പൊ ഈ സിദ്ധവൈദ്യം അങ്ങനെ വേർതിരിച്ച് കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോഴും അറിയാൻ ആഗ്രഹിക്കുന്നവരുടെ സിദ്ധവൈദ്യവും അതുപോലെ തന്നെ നമ്മൾ ഈ പറയുമ്പോൾ സിദ്ധവൈദ്യ ആര്യവൈദ്യശാല ഇവരെന്തായാലും സിദ്ധയല്ല ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്തൊക്കെയാണ് ചികിത്സാ പദ്ധതി തന്നെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടോ, പദ്ധതികൾ? ഇതെന്ന് അറിയാൻ ആഗ്രഹം. അടിസ്ഥാനപരമായി ഇത് തമ്മിൽ, അതായത് സൈദ്ധാന്തികപരമായി തമ്മിൽ ഭേദമില്ല. എന്നാൽ പ്രാവർത്തികമായി ഇതിനകത്ത് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ ആയുർവേദത്തിന്റെയും സിദ്ധവൈദ്യത്തിന്റെയൊക്കെ അടിസ്ഥാന സിദ്ധാന്തങ്ങളെ എടുത്തു നോക്കിയാൽ ത്രിദോഷ സിദ്ധാന്തവും പഞ്ചഭൂത സിദ്ധാന്തവും ഒക്കെയാണ്. ആയുർവേദത്തിനും സിദ്ധവൈദ്യത്തിനും ഒക്കെ അതെ. ഇപ്പൊ പ്രകൃതി ചികിത്സയിൽ വന്നാൽ ത്രിദോഷമില്ലെങ്കിലും പഞ്ചഭൂത സിദ്ധാന്തം, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് വ്യത്യാസങ്ങൾ. ഇപ്പൊ ഇവിടെ മനുഷ്യൻ മാത്രമല്ല, പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ഈ സാഖ്യ ദർശനത്തിൽ ഒരു വിവരണമുണ്ട്. പ്രപഞ്ചത്തിന്റെ ഉത്ഭവം ഇവിടെ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ശുദ്ധമായ ബോധമായിരുന്നു. അറിയാമല്ലോ സാഖ്യദർശനം, കപില മഹർഷിയുടെ. ഇവിടെ ബോധം മാത്രമേ ഉണ്ടായിരുന്നു. ആ ബോധത്തിൽ നിന്നാണ് പ്രകൃതി ഉണ്ടാകുന്നത്. ആ പ്രകൃതിയെ തന്നെ സാഖ്യദർശനത്തെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ബോധത്തിൽ നിന്ന്, അതായത് ത്രിഗുണാതീതമായ ബോധത്തിൽ നിന്ന് ബോധത്തിന് ചലനം സംഭവിച്ചപ്പോൾ ത്രിഗുണങ്ങൾ സമ്യക്കായ പ്രകൃതി ഉണ്ടായി. സമ്യക്കായതുകൊണ്ട് തന്നെ ആ പ്രകൃതിക്കും ചലനം ഉണ്ടായി. അവിടെ പുരുഷൻ എന്ന ശുദ്ധബോധമായിട്ട് വീണ്ടും സംയോഗം ഉണ്ടായപ്പോൾ അവിടെ ത്രിഗുണങ്ങൾക്ക് വ്യതിയാനം വരികയും ആദ്യമായി ബോധം ബുദ്ധിയാണ് ഉണ്ടായത്. ആ ബുദ്ധിയിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും മനസ്സും, അഹങ്കാരത്തിൽ നിന്ന് പഞ്ചതന്മാത്രകളും ഉണ്ടായി. മനസ്സും പഞ്ചതന്മാത്രകളും, പഞ്ചതന്മാത്രകളിൽ നിന്ന് പഞ്ചഭൂതങ്ങളും, അതുപോലെ മനസ്സിന്റെ സത്വഗുണത്തിൽ നിന്ന് പഞ്ചേന്ദ്രിയങ്ങളും, രജോ ഗുണത്തിൽ നിന്ന് പഞ്ചകർമ്മേന്ദ്രിയങ്ങളും ഉണ്ടായി. ഇങ്ങനെ 25 തത്വങ്ങൾ പറയുന്നുണ്ട് സൃഷ്ടി. ഇതൊരു മനുഷ്യനെ എടുത്തു നോക്കിയാലും ഇതേ തത്വങ്ങളുണ്ട്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയിലും മനുഷ്യന്റെ സൃഷ്ടിയിലും ഇതുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എല്ലാ സാമ്പ്രദായിക ചികിത്സകളിലും, ആയുർവേദമായിക്കോട്ടെ, അത് സിദ്ധായിക്കോട്ടെ, പ്രകൃതി ചികിത്സയായിക്കോട്ടെ, ഇതിലെല്ലാത്തിനും ഈ പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും പഞ്ചതന്മാത്രകളും പഞ്ചഭൂതങ്ങളും
മനസ്സിനെ അടിസ്ഥാനമാക്കി മാത്രമേ ചികിത്സകൾ നിശ്ചയിക്കാൻ കഴിയൂ. മനുഷ്യൻ തന്നെ പഞ്ചഭൂതാത്മകമാണ്. എല്ലാ വസ്തുക്കളും പഞ്ചഭൂതാത്മകമാണ്. മനുഷ്യന്റെ രോഗം വരുന്ന പഞ്ചഭൂതങ്ങളിലും പഞ്ചഭൂതാത്മകമായ മനുഷ്യ ശരീരത്തിൽ പഞ്ചഭൂതങ്ങളുടെ വ്യതിയാനം കൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചഭൂത ശരീരസ്യ പഞ്ചഭൂതാനി ഔഷധം. ഈ തത്വമാണ് അടിസ്ഥാനമായിട്ടുള്ളത്. ഈ പഞ്ചഭൂതങ്ങൾ തന്നെയാണ് ത്രിദോഷങ്ങളായി മാറുന്നത്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഇവയിൽ ആകാശം, വായു എന്നിവ ചേർന്ന് വാതമായും അഗ്നി പിത്തമായും ജലം, ഭൂമി ഇവയെ കഫമായിട്ടുമാണ് ത്രിദോഷങ്ങൾ എത്തുന്നത്. അപ്പൊ അടിസ്ഥാനപരമായി ഇവയുടെ എല്ലാ സിദ്ധാന്തവും പ്രവർത്തിഭേദങ്ങളുണ്ട്. പ്രവർത്തിഭേദങ്ങൾ എന്നാൽ അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇതൊരിക്കലും ഒരു ഭൗതിക ചികിത്സയല്ല. അത് ആയുർവേദവും അങ്ങനെ തന്നെയാണ്. പക്ഷെ ആയുർവേദം ഇന്ന് തികച്ചും മാറി ഒരു ഭൗതിക ചികിത്സയായിട്ടും മാറി. ഇന്നും സിദ്ധവൈദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ വിജയിക്കുന്നവർ ഇതൊരു ഭൗതിക ചികിത്സയായിട്ട് കാണുന്നില്ല. അതിനപ്പുറത്ത് ഈ ഒരു സിദ്ധി, ആ സിദ്ധി ആർജിച്ചവൻ ചെയ്യുന്ന, സിദ്ധി ആർജിച്ചവനാണ് സിദ്ധൻ. ആ സിദ്ധി ആർജിച്ചവൻ ചെയ്യുമ്പോഴാണ് അതിനെ പരിപൂർണ സൗഖ്യം ഉണ്ടാകുന്നത്. ഔഷധങ്ങൾക്ക് പങ്കില്ല എന്നല്ല. ആ ഔഷധങ്ങൾക്ക് ഉണ്ടാകുന്ന ശക്തി 10 മടങ്ങ് വർദ്ധിപ്പിക്കണമെങ്കിൽ അതൊരു സിദ്ധൻ പ്രയോഗിക്കണം. അവിടെയാണ് നാം ഈ സാധനകൾ ഒക്കെ പറയുന്നത്. അതായത് ആചാര്യന്മാർ അവർക്ക് രോഗി വരുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ വന്ന് കാണുന്ന മാത്രയിൽ അവർക്ക് അവരുടെ രോഗസാധ്യതകൾ, വരാൻ പോകുന്ന വിഷയങ്ങൾ വരെ തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ടാണ് മരണലക്ഷണം പോലും വരാൻ പോകുന്ന ദൂത് ലക്ഷണം ഇതൊക്കെ അറിയാവുന്നവർക്ക് വളരെ കുറഞ്ഞ അപൂർവങ്ങളിൽ അപൂർവമാണ്. അരെ ഇന്ന് കുറച്ചൊരു സിലബസ് എടുത്ത് ആ സിലബസ് ഉണ്ടാക്കി അത് ഒരു കോഴ്സായിട്ട് നടത്തി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ഡോക്ടർ സിസ്റ്റം അല്ല. അതിന്റെ പരിമിതി എന്ന് പറഞ്ഞാൽ ഇത് പഠിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഡോക്ടർ ആയി. പണ്ടങ്ങനെയല്ല. മിനിമം 10-12 വർഷമെങ്കിലും ഗുരുവിനോടൊപ്പം എന്ന് അരച്ചും കഴുകിയും കഷായം ഇട്ടും നെയ്യുണ്ടാക്കി ഇതെല്ലാം കിടന്ന് കഷ്ടപ്പെട്ട് അനുഭവത്തിലൂടെയാണ് വൈദ്യനാവുന്നത്. ഇന്നത്തെ ആയുർവേദ ഡോക്ടർ ആയിക്കോട്ടെ, സിദ്ധ ഡോക്ടർ ആയിക്കോട്ടെ, നാച്ചുറോപ്പതി ഡോക്ടർ ആയിക്കോട്ടെ, ഇവരെല്ലാം പാശ്ചാത്യ സംസ്കാരത്തിൽ ഉണ്ടായ ചികിത്സ ചെയ്യുന്ന ഡോക്ടർമാരെ അവരെ അനുകരിക്കുന്ന ഒരു പ്രവണതയിലേക്ക്, അതിന്റെ ദോഷങ്ങൾ അറിവ് നേടുന്നതിനപ്പുറത്ത് സമ്പത്ത് ആർജിക്കുക, പ്രതാപം കാണിക്കുക, ഇങ്ങനെയുള്ള തലത്തിലേക്ക് ഈ ചികിത്സാ ശാസ്ത്രം അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അങ്ങനെ അല്ലാത്തവരും നിരവധിയുണ്ട്. സ്വാമിജി, ഈ നമ്മൾ പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ രസവിദ്യ, ഇതൊക്കെ പറഞ്ഞ് പലപ്പോഴും കേൾക്കുമല്ലോ, എല്ലാവരും കേൾക്കാറുണ്ട്. അപ്പൊ സത്യം ഇതൊക്കെ ഈ സിദ്ധവൈദ്യത്തിന്റെ ഭാഗമാണ്, സിദ്ധ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. എന്താണ് അതൊക്കെയൊന്ന് ഈ ഒരു വേദിയിൽ പറയാൻ പറ്റും? പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നത് ആയുർവേദത്തിന്റെ ശോധന ചികിത്സകളിൽ ഒന്നാണ്. അപ്പൊ ആയുർവേദ ചികിത്സയെ രണ്ടായിട്ട് തിരിച്ചാൽ ശോധന ചികിത്സയും ശമന ചികിത്സയും എന്ന് പറയാം. അതായത് ശരീരത്തെ ശുദ്ധീകരിക്കുന്ന പഞ്ചകർമ്മങ്ങൾ, അത് വമനം, വിരേചനം, വസ്തി, നസ്യം, രക്തമോക്ഷം, ഈ 5 കർമ്മങ്ങളെയാണ് ആയുർവേദത്തിൽ ശോധന ചികിത്സ എന്ന് പറയുന്നത്. പിന്നെ ആ പഞ്ചകർമ്മം ചെയ്യുമ്പോൾ അതിന് പൂർവകർമ്മമായ അഭ്യംഗവും ഒക്കെ വരും. ആ ശോധനം ചെയ്തതിന് ശേഷമാണ് ഔഷധ ചികിത്സകൾ, ഓറൽ മെഡിസിൻസ് ഒക്കെ അതിനകത്ത് വരുന്നത്, ശമന ചികിത്സ. എന്നാൽ ഇതോടൊപ്പം തന്നെ ഇന്നത്തെ ആയുർവേദത്തിൽ
ഉത്തരേന്ത്യയിൽ നിന്ന് ആവിർഭവിച്ച ആയുർവേദത്തിൽ കേരളത്തിന്റെ സംഭാവനകൾ കുറേ അതിനകത്ത് വന്നിട്ടുണ്ട് പ്രാദേശികമായി. കാര്യം ആയുർവേദത്തില് ഉണ്ടായിരുന്നില്ലാത്ത ഞവരക്കിഴി എന്ന് പറയുന്ന ചികിത്സ, അതുപോലെ പിഴിച്ചിൽ, സർവാംഗസേഹം എന്നൊക്കെ പറയുന്ന പിഴിച്ചിൽ, എണ്ണധാരയായിട്ട് ഒഴിക്കുന്ന ഇങ്ങനെയുള്ള ചികിത്സകളൊന്നും ആയുർവേദത്തിൽ ഉണ്ടായിരുന്നില്ല. അതെല്ലാം പിൽക്കാലത്ത് കേരളത്തിന്റെ കേരളീയ ചികിത്സാക്രമം ഇവിടുത്തെ വൈദ്യന്മാരിൽ നിന്ന് കൂട്ടിച്ചേർത്ത്, അതുപോലെ ഓരോ പ്രദേശത്ത് നിന്നും പലതും കൂട്ടിച്ചേർത്തുണ്ട്. സിദ്ധവൈദ്യത്തിൽ നിന്നും കുറെ കാര്യങ്ങൾ ഇതിൽ ആയുർവേദത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കാര്യം ബൗദ്ധ കാലഘട്ടം വന്നപ്പോൾ, ബുദ്ധ കാലഘട്ടത്തിൽ ശസ്ത്രക്രിയകൾ, അതിനു മുമ്പ് വരെ ശസ്ത്രക്രിയ ലോകത്തിലെ ആദ്യത്തെ സർജൻ പോലെ ശുശ്രുതനാണെന്ന് ലോകം മുഴുവൻ പറയുന്നു. ആ ശുശ്രുത ചികിത്സയാണ് ശല്യതന്ത്രം എന്ന് പറയുന്നത്. ബൗദ്ധ കാലഘട്ടത്തിൽ അശോകന്റെയൊക്കെ കാലം വന്നപ്പോഴത്തേക്ക് ശസ്ത്രം കൊണ്ടുള്ള ചികിത്സ നിഷിദ്ധമാണ്, ആസുരികമാണ് എന്ന് വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ശസ്ത്രക്രിയകൾ ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ നൂറ്റാണ്ടുകളോളം ശസ്ത്രക്രിയ ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെ വൈദ്യന്മാർക്ക് ശസ്ത്രക്രിയയിലുള്ള അറിവ് നഷ്ടപ്പെട്ടു. ഈ സമയത്താണ് ആയുർവേദ വൈദ്യന്മാർ ശസ്ത്രക്രിയ ചെയ്യുന്നതിന് പകരം എന്ത് എന്ന് ചിന്തിച്ചപ്പോൾ സിദ്ധവൈദ്യത്തിന്റെ രസവിദ്യ, അതായത് സിദ്ധവൈദ്യത്തിൽ പ്രധാനമായി സസ്യജം, ജന്തുജം, അതുപോലെ ധാതുജം എന്ന് പറയുന്ന 3 വിഭാഗങ്ങളാണ്. സസ്യങ്ങളിൽ നിന്ന് എടുക്കുന്ന ഔഷധങ്ങളുണ്ട്, ധാതുക്കളിൽ നിന്ന് എടുക്കുന്നുണ്ട്, ജന്തുക്കളിൽ നിന്ന് എടുക്കുന്നതും. അപ്പൊ ഇങ്ങനെയുള്ള ഇതിനെ ധാതുക്കളെ ശുദ്ധീകരിച്ച് സിന്ദൂരങ്ങളും ഭസ്മങ്ങളും ആക്കി വെച്ചിട്ടുള്ള ആ ചികിത്സാ രീതി, അതിൽ മെർക്കുറി, രസം, ഗന്ധകം തുടങ്ങിയ വിവിധ ധാതുക്കളുണ്ട്. സിദ്ധവൈദ്യത്തിന്റെ ഇപ്പൊ രാജാവെന്ന് തന്നെ പറയാം മെർക്കുറിയെ, ഗന്ധകത്തെ രാജ്ഞി എന്ന് തന്നെ പറയാം. അപ്പൊ ഈ രീതിയിലുള്ള ഔഷധങ്ങളെ ശുദ്ധീകരിച്ച് ഔഷധമാക്കി വെച്ചിട്ടുള്ളതിന് ആയുർവേദത്തിൽ കൂട്ടിച്ചേർത്തു. അതുവരെ ഇല്ലായിരുന്നു ആയുർവേദത്തിൽ. അപ്പൊ ബൗദ്ധ കാലഘട്ടത്തിലാണ് സർജറി ചെയ്യേണ്ടത് പോലും രസചികിത്സയിലൂടെ, സിദ്ധവൈദ്യത്തിലെ ഈ രസവിദ്യയിലൂടെ സുഖപ്പെടുത്താൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ഇതിലേക്ക് കൂട്ടിച്ചേർത്ത് അതും ആയുർവേദത്തിന്റെ ഭാഗമായി മാറും. പിന്നെ സിദ്ധവൈദ്യം എന്ന് പറയുമ്പോൾ ആയുർവേദത്തിലുള്ള അരിഷ്ടങ്ങളും ആസവങ്ങളും ഒഴിച്ച് ബാക്കിയെല്ലാം കഷായങ്ങളും നെയ്യുകളും ഗുളികകളും ചൂർണങ്ങളും ചുന്നങ്ങളും ഉപ്പുകളും ഇതെല്ലാം സിദ്ധവൈദ്യത്തിലുണ്ട്. അപ്പം സിദ്ധവൈദ്യം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഋഷി പരമ്പര, മുനി പരമ്പരയിൽ മാത്രം ചെയ്തു വന്നിരുന്ന ഒന്നാണ്. ആയുർവേദം അത് വളരെ മുൻപ് തന്നെ ആ പരമ്പരയിൽ നിന്ന് മാറി വൈദ്യ കുടുംബങ്ങളും ഒക്കെ ആയിട്ട് മാറിയെങ്കിലും സിദ്ധവൈദ്യത്തിന് ഈ സമീപകാലം വരെ ഏതാണ്ട് 1-2 നൂറ്റാണ്ടുകൾക്ക് മുൻപ് വരെയും മുനി പരമ്പരകളിലൂടെ, സിദ്ധന്മാരിലൂടെ മാത്രം വന്നതാണ്. അതിലാണ് നേരത്തെ രാജവൈദ്യം എന്ന് പറഞ്ഞില്ല. സിദ്ധവൈദ്യത്തിന്റെ ഉയർന്ന ഒരു തലമാണ് ഈ രാജവൈദ്യ രസശാസ്ത്രി എന്ന് പറയുന്നത്. പക്ക നീറ്റുമരുന്നുകൾ മാത്രമാണ്. അതിനകത്താണ് രസശുദ്ധി, ഗന്ധകശുദ്ധി ഇങ്ങനെയുള്ളതെല്ലാം വരുന്നത്. അപ്പൊ അത് രാജാക്കന്മാർക്ക് വേണ്ടി പ്രത്യേകം ചെയ്ത് ചികിത്സിക്കുന്ന ഒരു രീതിയായിരുന്നു സിദ്ധവൈദ്യത്തില്. അതുകൊണ്ടാണ് രാജാക്കന്മാർക്ക് വേണ്ടി തയ്യാറാക്കി ചികിത്സിക്കുന്നതാണ് ഈ രാജവൈദ്യനൊക്കെ വന്നത്. പക്ഷെ പലരും വിചാരിക്കുന്നത് രാജകൊട്ടാരത്തിൽ ഇന്നും രാജവൈദ്യ രസശാസ്ത്രി കോഴ്സൊക്കെ പിന്നെ പരമ്പരാഗതമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും സിദ്ധവൈദ്യത്തിൽ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ രോഗങ്ങളെ ചികിത്സിക്കുന്ന വൈദ്യന്മാർ ഒരു മെഡിക്കൽ കോളേജിൽ പഠിച്ചിട്ടുള്ളവരല്ല. അവരെല്ലാം സാധകന്മാരായ, ഉപാസകന്മാരായ, ആ ആധ്യാത്മിക തലത്തിൽ നിന്നുകൊണ്ട് ചികിത്സിക്കുന്നവരാണ്. ആധ്യാത്മിക ശക്തി കൂടി പകരുന്ന കരുത്തുകൊണ്ടാണ് ഈ ചികിത്സകളെ വിജയിപ്പിക്കുന്നത്. സ്വാമിജി, ഒരു കാര്യം ചോദിക്കട്ടെ. അങ്ങ് പറഞ്ഞു പൊഴിച്ചിലും പിഴിച്ചിലൊക്കെ ഉള്ള ഒരു കാര്യം പറഞ്ഞു. ഈ സിദ്ധവൈദ്യത്തില് ഈ അഗസ്ത്യരാണ് അതിന്റെ ഒരു ഗുരുവായിട്ട് പറഞ്ഞത്. ഇതിൽ ഉറപ്പിക്കാൻ നമ്മൾ ശിവനും പാർവതിയും ശക്തിയൊക്കെ പറയാം, പ്രകൃതി പുരുഷ ബോധ സങ്കല്പത്തിലൊക്കെ വന്നിട്ട് അങ്ങനെ പറയാം.
എന്നിരുന്നാൽ പോലും അഗസ്ത്യരാണ് പരമാചാര്യൻ എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അഗസ്ത്യർ ഇപ്പൊ മർമ്മവിദ്യയൊക്കെ ഒരുപാട് മർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ അഗസ്ത്യരുടെ പേരിൽ തന്നെ ലഭ്യമാണ്. അപ്പൊ ആ അഗസ്ത്യർ ഈ ഒരു മർമ്മവിദ്യയുമായി റിലേറ്റഡ് ആയി നിൽക്കുമ്പോൾ ഈ കളരിയൊക്കെ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ കളരി അടിതടை വിദ്യയൊക്കെ ഈ ഒരു വിദ്യ ചെയ്യുന്ന ആളുകൾ തന്നെ പിഴിച്ചിലും ഒക്കെ അവരും ചെയ്യുന്നുണ്ട്. അതുപോലെ മർമ്മവും റിലേറ്റഡ് ആണ്. അപ്പൊ ഇതും അതുപോലെ ഒരു സാധകരാണ്. ഇപ്പൊ കളരിയൊക്കെ കൃത്യമായിട്ട് ഒരു ദൈവസങ്കല്പങ്ങളുണ്ട്. അത് കൃത്യം എല്ലാ വടികളും ഓരോ കാര്യങ്ങളും വടിവുകളാണെങ്കിലും ഒക്കെ ഇപ്പൊ തമിഴിൽ മറ്റൊരു പേര് പറഞ്ഞാലും ഒക്കെ റിലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ ഈ സിദ്ധ പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണോ? എന്താണ് അങ്ങയുടെ അഭിപ്രായം എന്ന് കൂടി പറയാൻ താല്പര്യം. സിദ്ധവൈദ്യത്തിലെ ഓർത്തോപീഡിക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഈ മർമ്മ ചികിത്സയാണ്. അത് ആയുർവേദത്തിലും ആയുർവേദ ഓർത്തോപീഡിക് എന്ന് പറയുന്നത് അതിനകത്ത് മർമ്മ ചികിത്സ എന്ന് പറയുന്നത്. പക്ഷെ മർമ്മ ചികിത്സ യഥാർത്ഥത്തിൽ സിദ്ധവൈദ്യത്തിന്റെ ഭാഗമാണ്. അത് ഈ പൊതുവെ ഏറ്റവും കൂടുതലായി തെക്കൻ കളരി സമ്പ്രദായത്തിലാണ് മർമ്മത്തിന് പ്രാധാന്യമുള്ളത്. വടക്കൻ സമ്പ്രദായത്തിൽ ആയുധങ്ങൾക്ക് പ്രാധാന്യമാണെങ്കിൽ തെക്കൻ സമ്പ്രദായത്തിൽ മർമ്മത്തിന് പ്രാധാന്യമാണ്. അപ്പൊ അതില് 108 മർമ്മങ്ങൾ, ആ മർമ്മങ്ങൾക്ക് മർമ്മസ്ഥാനങ്ങൾ ഇപ്പൊ കൊണ്ട കൊല്ലി, ചീറുംകൊല്ലി, ചുഴിയാടി, പെടരിച്ചുഴി, മെത്തച്ചുഴി, ചീപ്പ് മർമ്മം, മന്ദമർമ്മം, മൗനമർമ്മം, നട്ടല് മർമ്മം, നാഗണ ഇങ്ങനെ. അപ്പോ 108 മർമ്മസ്ഥാനങ്ങൾ. അതിൽ 12 പടുമർമ്മവും 96 തൊടുമർമ്മവും. ഈ മർമ്മസ്ഥാനത്ത് തട്ടുമുട്ട് ക്ഷതങ്ങൾ സംഭവിക്കുമ്പോൾ അതിന്റെ ഇളക്കുമുറകൾ, അടങ്കലുകൾ ചെയ്ത് അതിനെ ശമിപ്പിച്ചിട്ട് അതിനുവേണ്ടി ചെയ്യുന്ന ഒഴിച്ചിലുകളും മറ്റു ചികിത്സകളൊക്കെ ഉണ്ട്. കാരണം മർമ്മസ്ഥാനങ്ങൾക്ക് ക്ഷതം സംഭവിച്ചാൽ അവിടുന്ന് പ്രാണന്റെ സുഗമമായ സഞ്ചാരം, പ്രാണൻ മർമ്മത്തിന്റെ പേര് തന്നെയാണ് പ്രാണൻ. മർമ്മം എന്ന് പറയുന്ന ഒരു സ്ഥാനമല്ല, മർമ്മത്തിന്റെ റെസ്റ്റ് ഹൗസാണ് ഈ സ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. മർമ്മം എന്നാൽ ജീവനെന്നും പ്രാണനെന്നും ഒക്കെ പറയുന്നത്. അപ്പൊ ഈ പ്രാണൻ ഇങ്ങനെ ശരീരത്തിലൂടെ സുഗമമായി സഞ്ചരിച്ചാൽ, തടസ്സമില്ലാതെ സഞ്ചരിച്ചാൽ ആരോഗ്യമുള്ള ശരീരം. എന്നാൽ മർമ്മസ്ഥാനത്ത് ക്ഷതം പറ്റി അവിടെ നീർക്കെട്ട് വന്ന് ബ്ലോക്ക് ആയാൽ ഈ മർമ്മത്തിന് പ്രാണന് സഞ്ചരിക്കാൻ പറ്റാതെ വരുന്നു. പോയത് പെട്ടെന്നത് തിരിച്ചു പോകും. ആ ഭാഗം മുതൽ പോവാത്ത ഭാഗത്തേക്ക് ക്രമേണ ത്രിദോഷ കോപങ്ങൾ ഉണ്ടാകും. അപ്പോൾ എന്താ ചെയ്യുന്നത്? ആ ഭാഗത്തിന്റെ ഇളക്കുമുറയൊക്കെ ചെയ്ത് ആ തടസ്സങ്ങളെ മാറ്റി ശരീരത്തെ മുഴുവനായും ഒഴിച്ചിലൊക്കെ ചെയ്യുന്ന ചികിത്സാ രീതിയാണ് ഈ മർമ്മ ചികിത്സ എന്ന് പറയുന്നത്. മർമ്മ ചികിത്സ എന്ന് പറയുന്നത് 100% അഗസ്ത്യ സമ്പ്രദായം. അഗസ്ത്യനും അഗസ്ത്യന്റെ ശിഷ്യ പരമ്പരകളുമാണ് ഈ മർമ്മ ചികിത്സയുടെ ആചാര്യന്മാരെന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് ആയുർവേദത്തെ പോലും, ആയുർവേദ ഓർത്തോപീഡിക്കാണ് അതിലെ മർമ്മ ചികിത്സ എന്ന് പറയുന്ന ആ സമ്പ്രദായം പോലും ഇതിൽ നിന്ന് കൊണ്ടുപോയതാണ്. വടക്കൻ കളരിയിൽ പോലും ഈ അഗസ്ത്യ സമ്പ്രദായത്തിലെ ആചാര്യന്മാരുടെ ഗ്രന്ഥങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കിയാണ് അതിലും മർമ്മ സമ്പ്രദായം. പേരുകളിലും ചില സ്ഥാനങ്ങളിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്, എങ്കിലും ഇതിൽ നിന്ന് തന്നെ പോയിട്ടുള്ളതാണ്. സ്വാമിജി, ഈ ഒരു അഗസ്ത്യരുമായി ബന്ധപ്പെട്ടു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞു. ദക്ഷിണേന്ത്യൻ സംസ്കൃതി, ഉത്തരേന്ത്യൻ സംസ്കൃതി നമ്മൾ വേർതിരിക്കാൻ വേണ്ടി പറയല്ല. എന്നിരുന്നാൽ പോലും വിദ്യകളിൽ അതിന്റെ ഭേദമുണ്ട്, ആ പ്രാദേശികമായ ഭേദമുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അഗസ്ത്യർ റിലേറ്റഡ് ആവുന്നതും അല്ലെങ്കിൽ ദ്രാവിഡ കൾച്ചറിന്റെ ഭാഗമാവുന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ സിദ്ധ വൈദ്യത്തിന്റെ ടെക്സ്റ്റുകളാവട്ടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാം, വൈദ്യമാകാം അല്ലെങ്കിൽ മർമ്മവിദ്യയാകാം, ഇതൊക്കെ രചിക്കപ്പെട്ടിരിക്കുന്നത് സംസ്കൃതത്തിലാണോ തമിഴിലാണോ എന്ന് അറിയാൻ താല്പര്യമുണ്ട്. തമിഴിലാണെങ്കിൽ പലപ്പോഴും ഹൈന്ദവ സമൂഹം ഇപ്പോൾ കേരളത്തിലൊക്കെ വിശേഷം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കാണുന്നത് സംസ്കൃതം പഠിപ്പിക്കണം എന്ന്. പക്ഷെ നമ്മൾ നിരന്തരം പറയുന്നത് മനുഷ്യന് ഉപകാരപ്പെടുന്ന ഒത്തിരി കാര്യങ്ങൾ തമിഴിലാണ്, അഗസ്ത്യരുടെ ഗ്രന്ഥങ്ങളാണ് കൂടുതൽ. നമ്മൾ ഒത്തിരി ഈ ദേശത്തിന്റെ ദക്ഷിണേന്ത്യയുടെ മക്കളായിട്ട് കൂടി നമ്മൾ ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യൻ വേർതിരിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, അങ്ങനെ അങ്ങ് അർത്ഥമാക്കരുത്. പക്ഷെ എന്നാൽ പോലും സ്വന്തം ജനിച്ച മണ്ണ് എന്ന് പറയുമ്പോൾ ഈ രാജ്യം ഈ ഹിന്ദുസ്ഥാൻ ആണെങ്കിൽ അതിൽ നമ്മൾ നിൽക്കുന്ന എല്ലാവരും അമ്മയാണെങ്കിൽ പോലും നമ്മളുടെ അമ്മ എന്ന് പറയുന്ന പോലെ ഈ സംസ്കൃത മലയാളത്തിന്റെ പോലും മാതൃത്വം വഹിക്കുന്ന തമിഴിനെ നമ്മൾ അത്ര കണ്ട് പ്രാധാന്യം കൊടുത്ത് കാണാറില്ല. അപ്പോൾ അത് സത്യത്തിൽ അതിന് പ്രാധാന്യം കൊടുക്കണ്ടേ? അപ്പൊ സത്യത്തിൽ അത് ചോദ്യം ഇതാണ്, ഈ സിദ്ധവിദ്യയുടെ, സിദ്ധവേദത്തിന്റെ അല്ലെങ്കിൽ സിദ്ധ പാരമ്പര്യത്തിന്റെ ഈ വിദ്യകളെല്ലാം അടങ്ങിയിരിക്കുന്നതിന്റെ ഭാഷ തമിഴാണോ? അങ്ങനെയാണെങ്കിൽ തമിഴിന് പ്രാധാന്യം കൊടുക്കണ്ടേ, അതോ സംസ്കൃതമാണോ എന്നാണ് നമ്മളുടെ ഒരു ചോദ്യം. അടുത്തൊരു ചോദ്യം. തീർച്ചയായിട്ടും ഈ നമ്മുടെ രാജ്യത്തെ മൊത്തത്തിൽ എടുത്താൽ അതിൽ ഏറ്റവും കൂടുതൽ
പരമ്പരാഗതമായി ആളുകൾ സംസാരിച്ചിരുന്ന, അല്ലെങ്കിൽ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഗ്രന്ഥങ്ങളെല്ലാം, അറിവിന്റെ ഉറവിടങ്ങളെല്ലാം എടുത്താൽ ഒന്നാം സ്ഥാനം സംസ്കൃതം തന്നെയാണ്. എന്നാൽ രണ്ടാം സ്ഥാനം തമിഴിലാണ്. ആ തമിഴിലുള്ള ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് മുഴുവൻ ഈ സിദ്ധ പരമ്പരയുമായി ബന്ധപ്പെട്ടത്. 100 കണക്കിന് ഗ്രന്ഥങ്ങളാണ് അഗസ്ത്യരും ശിഷ്യന്മാരും, ഒരുപക്ഷെ 100 അല്ല 1000-ലധികം എന്ന് തന്നെ പറയേണ്ടി വരും. ഈ സംസ്കൃത ഗ്രന്ഥങ്ങൾ പോലെ തന്നെ ഒട്ടും കുറയാത്ത അറിവ് ഒരു പക്ഷേ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചാൽ ഒരു പടി വ്യാസനേക്കാൾ കൂടുതൽ അഗസ്ത്യനാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അഗസ്ത്യൻ സ്പർശിക്കാത്ത ഒരു മേഖലയുമില്ല. ഇപ്പം വ്യാസഭഗവാൻ നമുക്കറിയാം, വേദങ്ങളെയൊക്കെ സമാഹരിച്ചിട്ട് അതിനെ മഹാഭാരതം സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതി മഹാഭാരതം എഴുതി, പുരാണങ്ങൾ 18 ഉപപുരാണം 18 എഴുതി, ഉപനിഷത്തുകൾ അതിൽ നിന്ന് വേദത്തിൽ നിന്ന് സംസ്കരിച്ച് ഉപനിഷത്തുകൾ എടുത്തു, വേദാന്തം ബ്രഹ്മസൂത്രം എഴുതി, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം വൈദ്യമേഖലയിൽ സ്പർശിച്ചിട്ടില്ല. അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. വ്യാസൻ വൈദ്യസംബന്ധമായ വൈദ്യമേഖലയെ സ്പർശിച്ചിട്ടില്ല. 1. 2, വ്യാസൻ യോഗദർശനത്തെ സ്പർശിച്ചിട്ടില്ല. ഇവിടെ അഗസ്ത്യൻ എല്ലാ മേഖലയും വേദതത്വങ്ങളെ അതേപടി തന്നെ, ഭാഷ വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ, അദ്ദേഹം വേദതത്വങ്ങളെ തന്നെ വിവിധ രൂപങ്ങളിലായി ശിഷ്യ പരമ്പരകൾ, അഷ്ടാംഗ യോഗത്തെ എത്ര മനോഹരമായിട്ടാണ് വ്യാസൻ എഴുതിയിട്ടുള്ളത്. മനുഷ്യനില് അല്ലെ പ്രപഞ്ചത്തില് 96 തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യ ശരീരം. അത് നേരത്തെ പറഞ്ഞ പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും പഞ്ചപ്രാണനുകളും പഞ്ചതന്മാത്രകളും പഞ്ചഭൂതങ്ങളും സപ്തധാതുക്കളും ത്രിദോഷങ്ങളും ഇങ്ങനെയെല്ലാം 96 തത്വങ്ങളിൽ അധിഷ്ഠിതമാണ് മനുഷ്യ അല്ലെ പ്രപഞ്ചം. ഈ 96 തത്വങ്ങളെ ഒന്നൊന്നായി വിശദീകരിച്ചെഴുതിയിട്ടുണ്ട് അഗസ്ത്യ. ഇത് മാത്രമല്ല, നമ്മൾ ചിന്തിച്ചാൽ മനുഷ്യന് ഇതുവരെ അറിഞ്ഞിട്ടുള്ള ഏത് മേഖലയുണ്ടോ? ഇപ്പൊ ഭരദ്വാജ മഹർഷിയുടെ ഭരദ്വാജ മഹർഷി മാത്രമല്ല, ഈ 40 യന്ത്രങ്ങളെ കുറിച്ച് എഴുതിയ ഭരദ്വാജ മഹർഷിയുടെ യന്ത്ര സമുച്ചയമുണ്ട്. ആ യന്ത്ര സമുച്ചയത്തെ കുറിച്ച് പോലും എത്രയോ കാലത്തിന് മുമ്പ് അഗസ്ത്യ ഭഗവാൻ സൂചിപ്പിച്ചിരുന്നു. വിമാനയന്ത്രത്തെ കുറിച്ച് പോലും മാത്രമല്ല, അഗസ്ത്യനൊക്കെ ചിരഞ്ജീവികളാണ്. ഈ ചതുർയുഗത്തിലുമുള്ള ആളാണ്, ഇന്നുമുണ്ട്. പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്നും അഗസ്ത്യന്റെ ശരീരം പലയിടത്തും ജീവസമാധിയിലുണ്ട്. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം പോലും അദ്ദേഹത്തിന്റെ ഒരു ജീവസമാധിയാണ് പലയിടത്തും. എന്നാൽ അതായത് ജീവൻ മുക്തി, ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നിലേക്ക് മാറുന്നു. ഇന്നും ഇരിക്കുന്നു, ഇന്നും സ്വാമിജിയുടെ റേഞ്ച് കട്ടായതാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് അദ്ദേഹത്തെ പ്രതീക്ഷിക്കാം. ഇപ്പോഴും നമ്മളുടെ വിഷയത്തിലേക്ക് വന്നിട്ടില്ല. ആധുനിക യുഗത്തിൽ സിദ്ധവൈദ്യത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് നമുക്ക് പറയാൻ. അങ്ങ് സംസാരിച്ചോളൂ. അങ്ങ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അഗസ്ത്യന്റെ ജീവസമാധിയെ കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആ ഒരു മഹത്വത്തെ കുറിച്ചാണ്, ആ ഭഗവാന്റെ മഹത്വത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. തുടർന്നോളൂ. റേഞ്ചിന്റെ പ്രശ്നമാണ് തോന്നുന്നു. അതെ. അപ്പം അഗസ്ത്യന് തുല്യം വെക്കാൻ മറ്റൊരാചാര്യൻ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് ആധ്യാത്മിക മേഖലയായിക്കോട്ടെ അല്ലെങ്കിൽ ചികിത്സാ മേഖലയിലായിക്കോട്ടെ,
ഞാനും ഫോളോ ചെയ്യുന്നത് തന്നെയാണ്. അഗസ്ത്യ സമ്പ്രദായത്തിലാണ് ഞാനും ഫോളോ ചെയ്യുന്നത്. വീട്ടിൽ സ്വീകരിച്ചതും അതിൽ തന്നെയാണ്. അഗസ്ത്യ സമ്പ്രദായത്തിലെ ശൈവ സിദ്ധാന്ത ദീക്ഷയാണ് സ്വീകരിച്ചത്. തീർച്ചയായും അഗസ്ത്യൻ എന്ന് പറയുന്നത് ഋഷിമാരുടെ ഇടയിൽ ചില വിഷയങ്ങളുള്ള കാലത്ത് എല്ലാ കാലത്തും ഉണ്ടാവുമല്ലോ. ഈ ഭഗവാൻ അഗസ്ത്യര് സ്വന്തം തപസ് കൊണ്ടാണ് സപ്തഋഷികളിലേക്കൊക്കെ കയറി വരുന്നത് എന്നുള്ളത് നമുക്ക് പലയിടത്തും വായിക്കട്ടെ. ഋഷിയായിട്ട് മുനിയായി മാത്രം കണ്ടിരുന്ന അദ്ദേഹം ഋഷിയായി പരിഗണിക്കപ്പെടുന്ന സ്വന്തം തപസ് കൊണ്ടാണ്. അതിന് മാറ്റി നിർത്താൻ പറ്റിയില്ല മറ്റുള്ളവർക്ക് എന്നുള്ളത് നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും എത്ര കണ്ട് പറഞ്ഞാലും ഹൈന്ദവ സമൂഹത്തിനല്ല, ലോകത്തിൽ തന്നെ ഗുരുക്കന്മാരുടെ ഒരു ലിസ്റ്റ് എടുത്താൽ അഗസ്ത്യരെ മാറ്റി നിർത്താൻ പറ്റില്ല. സ്വാമിജി ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു പ്രേക്ഷകന്റെ ചോദ്യം കൂടിയാണ്. നാഡീ ജ്യോതിഷത്തെ കുറിച്ച് പറയുമോ എന്നാണ്. നാഡീ ജ്യോതിഷം ഈ ഒരു സിദ്ധ പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെട്ടതാണോ, അത് ഈ ഒരു കൾച്ചറിന്റെ ഒരു ഭാഗമാണോ കൂടി? റേഞ്ചിന്റെ ഒരു പ്രശ്നം എനിക്കുണ്ട് തോന്നുന്നു. എന്നിരുന്നാലും എന്നൊന്ന് പറയാൻ ശ്രമിച്ചാൽ നന്നായി. അഗസ്ത്യ നാഡീ ജ്യോതിഷം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടല്ലാതെ എനിക്ക് ഈ നാഡീ ജ്യോതിഷമായിട്ട് എനിക്ക് വലിയ ബന്ധമില്ല. പക്ഷെ ചികിത്സാ മാർഗത്തിൽ സിദ്ധ ചികിത്സയില് അഷ്ടലക്ഷണ പരീക്ഷണങ്ങളിൽ നാഡീ പരിശോധനകളുണ്ട്. അപ്പൊ 8 തരത്തിലുള്ള പരിശോധനകളാണ് ചെയ്യുന്നത്. അതിൽ എനിക്ക് 36 നാഡീ പരിശോധനകൾ വരെ എനിക്കറിയാം. അതിൽ ഉപരി അറിയാവുന്ന ധാരാളം പേര് വേറെയൊക്കെ ഉണ്ടാവും. നാഡീ പരിശോധന, വിവിധ ഭാഗങ്ങളിലുള്ള ത്രിനാഡീ പരീക്ഷണം എന്ന് പറയുന്നത് ഈ ജ്യോതിഷത്തെ സംബന്ധിച്ച് എനിക്ക് അതിനകത്ത് വലിയ അങ്ങേക്ക് അറിയാത്ത വിഷയം അങ്ങ് പറയേ വേണ്ട, അങ്ങേക്ക് അതിൽ പോണ്ട. എന്തായാലും ശരി, നമ്മൾ ഇന്നൊരു ചർച്ച വെച്ചപ്പോൾ അതിലൊരു പ്രധാന വിഷയം. അപ്പൊ അവിടെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ അലോപ്പതി ചികിത്സയും നമ്മുടെ സിദ്ധവൈദ്യവും ഒക്കെ തമ്മിൽ ഏറ്റവും കൂടുതൽ വ്യത്യാസം, അല്ലെങ്കിൽ എന്താണ് അത് തമ്മിലുള്ള ഏറ്റവും വലിയ മാറ്റം? ഒപ്പം തന്നെ അങ്ങയുടെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ വെച്ച വിഷയം, അങ്ങോട്ടുള്ള അരമണിക്കൂറോളം അങ്ങേക്ക് സംസാരിക്കാനുള്ള ഈ ആധുനിക ജീവിതത്തിൽ ഒരു മനുഷ്യന് എപ്രകാരമാണ് സിദ്ധവൈദ്യം ഒരു ഗുണപ്രദമായി മാറുന്നത്? അവിടെ അലോപ്പതിക്ക് ഉണ്ടാകുന്ന പോരായ്മകളൊക്കെ വെച്ചുകൊണ്ട് അങ്ങ് ഒരു 25 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ടാണ് അങ്ങേക്ക് സംസാരിക്കാൻ. റേഞ്ചിന്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. പരമാവധി അങ്ങ് ശ്രമിക്കൂ. ശരി. ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞത് അലോപ്പതി ചികിത്സയെ എടുത്താൽ, അലോപ്പതി ചികിത്സ, നമുക്കൊരു കാറുണ്ടെങ്കിൽ ആ കാറിന്റെ പീരിയോഡിക്കൽ സർവീസ് അല്ലെങ്കിൽ അതിന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് സർവീസിന് കൊണ്ടുപോകും. ഒരു മെക്കാനിക്ക് ഒരു കാറിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ ഒന്നുകിൽ അത് റിപ്പയർ ചെയ്തിടും, അല്ലെങ്കിൽ ആ പാർട്സ് മാറ്റി വേറെ ഒന്നിട്ട് ശരിയാക്കി വിടും. ഇതേപോലെ മാത്രമാണ് അലോപ്പതി ചികിത്സ മനുഷ്യ ശരീരത്തെ ചികിത്സിക്കുന്നത്. മനുഷ്യൻ ഒരു യന്ത്രം പോലെയാണ്. എന്നാൽ സിദ്ധവൈദ്യം, ആയുർവേദം അങ്ങനെ സിദ്ധവൈദ്യം കൺസിഡർ ചെയ്യും മനുഷ്യന്റെ ശരീരത്തിന് പഞ്ചഭൂത ശരീരി സമാവായ ശരീരം എന്നാണ് പറയുന്നത്. പഞ്ചഭൂതങ്ങളും ശരീരിയും കൂടി സമാവായ ശരീരം. പഞ്ചഭൂത ശരീരം മാത്രമല്ല, അതിനകത്ത് ശരീരിയും കൂടി വരുന്ന ശരീരത്തെയാണ് ചികിത്സയ്ക്കായിട്ട് നാം കാണുന്നത്. കാര്യം നമ്മുടെ മുന്നിൽ വരുമ്പോൾ അത് പഞ്ചഭൂതം മാത്രമല്ല, അതിനുള്ളിൽ ഒരു ആത്മാവുണ്ട്, ശരീരി കൂടി അതിനകത്തുണ്ട്. ആ കൺസിഡറേഷനിലാണ് ഭാരതീയ ചികിത്സകളെല്ലാം പൊതുവായിട്ട് ആ ശരീരത്തെ ചികിത്സിക്കാൻ എടുക്കുന്നത്. അതിൽ തന്നെ ഈ ലോകം പോലും സുഖദുഃഖങ്ങളും രോഗം, ആരോഗ്യം ഇവയൊക്കെ ശരീരത്തിനുണ്ടാക്കുന്നതിന് പല കാരണങ്ങൾ, ഒന്ന് ഭൗതികം മാത്രമല്ല, അതിനെ കൺസിഡർ ചെയ്യണമെങ്കിൽ ശരീരം എന്താണെന്നാണ് ആദ്യം അറിയുന്നത്. ഭാരതീയ ചികിത്സാ സമ്പ്രദായത്തിൽ മനുഷ്യന് 3 ശരീരമാണ്. അത് സ്ഥൂലം, സൂക്ഷ്മം, കാരണം. ജാഗ്രത്തിൽ നമ്മൾ ഈ ഉണർന്നിരിക്കുമ്പോൾ ഉള്ള ശരീരം സ്ഥൂല ശരീരം. നമ്മൾ ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ അത് സൂക്ഷ്മ ശരീരമാണ്. കാരണ ശരീരം എന്ന് പറയുന്ന ഡീപ് സ്ലീപ്പ്, ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന അവസ്ഥയിൽ ഉറങ്ങുന്നു. അപ്പൊ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, ഈ 3 അവസ്ഥകളിലും സ്ഥൂല, സൂക്ഷ്മ, കാരണ ശരീരങ്ങൾ, 3 ശരീരങ്ങൾ. അതിൽ സ്ഥൂല ശരീരമാണ് നാം ഈ കാണുന്നത്. മോഡേൺ സയൻസ് അനുസരിച്ചെടുത്താൽ ഈ ശരീരത്തെ കുറെ സിസ്റ്റങ്ങൾ കൂടിച്ചേർന്നത്. അതിൽ മസ്കുലാർ സിസ്റ്റം, സ്കെലിറ്റൽ സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, നെർവസ് സിസ്റ്റം,
റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്റീവ് സിസ്റ്റം, ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറച്ച് സിസ്റ്റങ്ങൾ കൂടി ചേർന്നാൽ മനുഷ്യ ശരീരമാണ്. എന്നാൽ സൂക്ഷ്മ ശരീരം വരുമ്പോൾ അത് 17 തത്വങ്ങളാണ് സൂക്ഷ്മ ശരീരമായിട്ട് മാറുന്നത്. കാണാമോ? പെട്ടെന്ന് പിക്ചറങ്ങ് പോയി. തീർച്ചയായും നമുക്ക് കാണാം. നമ്മൾ അങ്ങയെ മാത്രം ഡിസ്പ്ലേ വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങ് സംസാരിച്ചുകൊണ്ടിരുന്നോളൂ. കാണാമോ? കേൾക്കാമോ? കാണാം. അങ്ങയെ കാണാൻ, കേൾക്കാൻ നമ്മൾ അങ്ങയെ മുഴുവൻ സ്ക്രീനിൽ ആക്കി വെച്ചിരിക്കുകയാണ്. അങ്ങ് സംസാരിച്ചോളൂ. കേൾക്കാമോ? ശരി. അപ്പം ശരി. അപ്പം സ്ഥൂല ശരീരത്തെ നാം പറഞ്ഞു. ശരി, സ്ഥൂല ശരീരത്തെ ഞാൻ പറഞ്ഞു. 2 സൂക്ഷ്മ ശരീരമാണ്. ഈ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് 17 തത്വങ്ങൾ അടങ്ങിയതാണ്. അതിൽ നേരത്തെ പറഞ്ഞത് പഞ്ചേന്ദ്രിയങ്ങൾ, വളരെ ശ്രേഷ്ഠമായിട്ടുള്ള, മനുഷ്യരൊക്കെ അറിയേണ്ട ഒരു വിഷയം. ഇതൊരു കേവലം ഒരു മതവിഷയമല്ല. ആരോഗ്യമുള്ള ഒരു ജനതയാണ് ഒരു രാഷ്ട്രത്തിന്റെ കരുത്ത്, ലോകത്തിന്റെ കരുത്ത്. ആ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ പൂർവീക ഗുരുക്കന്മാർ, മുനീശ്വരന്മാർ നമുക്ക് നൽകിയിട്ടുള്ള, പ്രത്യേകിച്ച് നമ്മുടെ ഈ ദ്രാവിഡ നാടിന്റെ, ഈ ദക്ഷിണേന്ത്യയുടെ സംസ്കൃതിയിൽ ഉരുത്തിരിഞ്ഞു വന്ന മഹത്തരമാർന്ന ഒരു പദ്ധതിയെ കുറിച്ചാണ് സ്വാമിജി നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചോദ്യം വന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ അദ്ദേഹം വന്നതിന് ശേഷം നമുക്കത് ചോദിക്കാം. അങ്ങ് സംസാരിച്ചു, കണ്ടിന്യൂ ചെയ്തോളൂ. ശരി. സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്, സ്ഥൂല ശരീരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് 17 തത്വങ്ങൾ അടങ്ങിയതാണ്. കാരണം അത് നമുക്ക് കാണാൻ കഴിയാത്ത ഒന്നാണ്. പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും പഞ്ചപ്രാണനുകളും മനസ്സ്, ബുദ്ധി, ഈ 17 കാര്യങ്ങൾ ചേർന്നതാണ് സൂക്ഷ്മ ശരീരം. പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഈ പുറമേ കാണുന്നതല്ല. ഇതെല്ലാം ഉപകരണങ്ങളാണ്. ഇതിലൂടെ ഉള്ളിൽ എത്തുന്നതാണ്, ഉള്ളിലാണ് ഇന്ദ്രിയങ്ങളുള്ളത്. പഞ്ചകർമ്മേന്ദ്രിയങ്ങളും ഇതുപോലെ തന്നെ. ഇതെല്ലാം കർമ്മേന്ദ്രിയങ്ങളുടെ ഉപകരണങ്ങളാണ്, കൈ, കാല് ഒക്കെ പറയുന്നത്. അപ്പൊ പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും പഞ്ചപ്രാണനുകളും മനസ്സും ബുദ്ധിയും അടങ്ങിയ സൂക്ഷ്മ ശരീരം 2ാം ശരീരം. 3ാമതൊന്ന് ആത്മശരീരമാണ്, കാരണശരീരം. ഇതിൽ രോഗങ്ങൾക്ക് കാരണമായിട്ട് സ്ഥൂല ശരീരത്തിനും സൂക്ഷ്മ ശരീരത്തിനും ഉണ്ടാവും രോഗങ്ങൾ. സ്ഥൂല ശരീരത്തിന്റെ രോഗങ്ങൾ സൂക്ഷ്മ ശരീരത്തെയും, സൂക്ഷ്മ ശരീരത്തിന്റെ പ്രശ്നങ്ങൾ സ്ഥൂല ശരീരത്തിനും രോഗകാരണമായി മാറും. അതുകൊണ്ട് തന്നെയാണ് ഒരു മനുഷ്യന്റെ ശരീരം വെറും ഒരു കാറ് പോലെ, മോട്ടോർ കാറ് പോലെയല്ല. അതിനുള്ളിലുള്ള സൂക്ഷ്മ ശരീരത്തെയും ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്ത് മാത്രമേ ചികിത്സിക്കാൻ പറ്റൂ. ഇന്നത്തെ പുതിയ പഠനങ്ങളെല്ലാം വെച്ച് നോക്കിയാൽ, ഞാൻ ഈ സമീപകാലത്തായി പലയിടത്തും പ്രഭാഷണങ്ങൾ നടത്തിയത് നോക്കിയാൽ, നമുക്ക് 95% ശാരീരിക രോഗങ്ങളുടെയും കാരണം ഈ സൂക്ഷ്മ ശരീരത്തിന്റെ. ആ സൂക്ഷ്മ ശരീരത്തിൽ പ്രധാനം മനസ്സാണ് ഇന്ന് 95% ശാരീരിക രോഗങ്ങളുടെയും കാരണം എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയില്ല. നമ്മൾ കാണുന്നതും കേൾക്കുകയും ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്ന എല്ലാ വിഷയങ്ങളും, പുറത്തുള്ള വിഷയങ്ങളെല്ലാം നമ്മുടെ മനസ്സിലാണ് എത്തുന്നത്. മനസ്സാണ് അതിനെ സ്കാൻ ചെയ്യുന്നത്. ഈ മനസ്സ് എവിടെയാണ്? ബ്രെയിനിലാണല്ലോ. ഈ മനസ്സെന്ന് പറയുന്ന സാധനം ബ്രെയിനിലാണ്.
അപ്പൊ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്ന വിഷയങ്ങളെല്ലാം ബ്രെയിനിലെത്തി ആ സെറിബ്രത്തിലാണ് അത് സ്കാൻ ചെയ്യുന്നത്. സ്കാൻ ചെയ്ത് ഒരു അനുമാനത്തിൽ നിഗമനത്തിലെത്തും. ഇതാണ് മനസ്സിന്റെ ഡ്യൂട്ടി. അപ്പൊ ഇവിടെ ഈ ഏത് ചിന്തകൾ, ഏത് വിഷയങ്ങളും അതിനനുസരിച്ചുള്ള ഇമോഷൻസ് നമുക്കുണ്ടാക്കുന്നു. ഇപ്പൊ നമുക്ക് ദേഷ്യം, ഭയം, ആങ്സൈറ്റി, സ്ട്രെസ്, ഇങ്ങനെയൊക്കെയുള്ള നിരവധി ഇമോഷൻസ് ആണ് ഇന്ന് മനുഷ്യനുള്ളത്. കൊച്ചു കുട്ടി മുതൽ മുതിർന്നവർക്ക് വരെ, വലിയ ആത്മീയ പ്രഭാഷകന്മാരായി നടക്കുന്നവർക്ക് പോലും ഇതിനൊട്ടും മാറ്റമില്ല. ചികിത്സിക്കുന്ന സൈക്കോളജിസ്റ്റുകൾ പോലും മാനസികമായ പ്രശ്നങ്ങൾക്ക് വിധേയരാണ്. ചുറ്റും കാണുന്നതാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ വിഷയങ്ങളെല്ലാം, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും അത് മനസ്സിൽ നിന്ന് സൃഷ്ടിക്കുന്ന ഒന്നാണ്. ഒരു വിഷയത്തോട് താല്പര്യം ഉണ്ടാക്കുന്നത് പോലും മനസ്സാണ്. ഈ വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ സെറിബ്രത്തില് കുറെ സെക്രിഷൻസ് ഉൽപ്പാദിപ്പിക്കും. കെമിക്കലുകൾ എന്നാണ് പറയുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്റർ കെമിക്കൽസ് എന്നാണ് അതിന് പറയുന്നത്. ആ നിരവധി കെമിക്കൽസ്, അത് നമുക്ക് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കെമിക്കൽസ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ അനുകൂലമായ കെമിക്കൽസ് ശരീരത്തിന് ഗുണം ചെയ്യും. പ്രത്യേകിച്ച് ഡോപ്പോമിൻ, സെറാട്ടോണിൻ, എൻഡോർഫിനുകൾ, ഇതെല്ലാം നമുക്ക് ശരീരത്തിനെ ഗുണം ചെയ്യുന്നുവെങ്കിൽ നിരവധി നെഗറ്റീവ് സെക്രിഷൻസ് അത് നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്നു. ഇതൊക്കെ നമ്മുടെ എൻഡോക്രൈൻ, എക്സോക്രൈൻ സിസ്റ്റം, ഹോർമോണൽ സംവിധാനത്തെ പ്രവർത്തിപ്പിക്കുന്നതല്ല ഈ കെമിക്കലുകൾ. അപ്പൊ ഈ നെഗറ്റീവായ വിഷയങ്ങൾ നിരവധി വന്നു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് കെമിക്കൽസ് ഒരുപാട് ഉണ്ടാക്കുകയും അതിന്റെ ക്ലെൻസിങ് നടക്കാതെ വന്ന് അതിന്റെ ഡിപ്പോസിഷൻ കൂടും. അവിടെ മുതലാണ് ശരീരത്തിന്റെ രോഗങ്ങൾക്ക് ഹേതുവാകുന്നത്. പിന്നീട് നമ്മൾ പ്രതികരിക്കുന്നതെല്ലാം വളരെയധികം അസ്വസ്ഥതയോടുകൂടിയായിരിക്കും നമ്മുടെ മനസ്സ്, ശരീരവും അതിനനുസരിച്ചാണ്. അപ്പം മനസ്സ് ആണ് 95% ശരീരത്തിന്റെ പ്രശ്നങ്ങളെയും ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് ഒട്ടും അതിശയോക്തിയല്ല. നമ്മുടെ ദഹന സംവിധാനത്തെ പോലും നിയന്ത്രിക്കുന്നത് മനസ്സാണ്. അതുകൊണ്ടാണ് ദേഷ്യം പെട്ടോ സങ്കടപ്പെട്ടോ ഒക്കെ ഇരിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചാൽ അതും വിഷത്തിന്റെ സ്വഭാവം കാണിക്കും എന്ന് പറഞ്ഞ അതാണ്. ഡൈജഷൻ ഉണ്ടാവില്ല. അപ്പം മനസ്സിനെ സാത്വികമാക്കി മാറ്റണം. അതാണ് സിദ്ധവൈദ്യത്തിന്റെ അടിസ്ഥാനം. രോഗത്തെ, കാരണത്തെ കണ്ടെത്തി കാരണമാണ് ചികിത്സിക്കേണ്ടത്. കാരണം നാശാൽ കാര്യം നാശനം എന്നാണ്. അപ്പോൾ കാരണത്തെ അനലൈസ് ചെയ്തപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ മനസ്സിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ മനസ്സ്, ചിത്തം ശാന്തമായി വരാനുള്ള ഉപാസനകളിലേക്ക്, രോഗം വന്നവർ മാത്രമല്ല വരാതിരിക്കാനും ഉപാസനകളിലേക്ക് മാറേണ്ടതുണ്ട്. അതിനുശേഷമാണ് മറ്റ് എല്ലാത്തിന്റെയും പ്രസക്തി അതിനുശേഷം മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് ആയുർവേദവും സിദ്ധവൈദ്യവും തുടങ്ങിയ ഭാരതീയ ചികിത്സകളും അലോപ്പതി ചികിത്സാ രീതിയും തമ്മിലുള്ള പ്രധാനമായ വൈരുദ്ധ്യം. 2, ഇംഗ്ലീഷ് മെഡിസിന് ഞാൻ ഒന്നിനെ കുറ്റം പറയാറില്ല. ചില പ്രത്യേക സാഹചര്യത്തിൽ നമുക്കറിയാം, ആയുർവേദത്തിന്റെ സിദ്ധവൈദ്യത്തിന്റെയും ഒക്കെ അറിവുകൾ കുറഞ്ഞു വന്ന് ഡോക്ടർമാരുടെ എണ്ണം കൂടി. സിദ്ധവൈദ്യത്തിലൊക്കെ PhD-ക്കാരും ഒക്കെ ഉണ്ട് ആയുർവേദത്തിൽ. പക്ഷേ ശരിയായ സിദ്ധവൈദ്യം, ആ അഗസ്ത്യ സമ്പ്രദായത്തിൽ വരുന്ന സിദ്ധവൈദ്യം ഉണ്ടോ? അവർ കുറെ മരുന്നുകളും കരിയൊക്കെ വെച്ച് ചെയ്യുന്നതല്ലാതെ അവർക്ക് സിദ്ധിയുണ്ടോ? അതില്ല. അപ്പോൾ അലോപ്പതി പോലെ തന്നെ ഇതും പരിഗണിക്കേണ്ടതുണ്ട്. പക്ഷെ അലോപ്പതിയുടെ ഏറ്റവും വലിയൊരു അപകടം, അതിന് കഴിക്കുന്ന ഔഷധങ്ങളെല്ലാം കെമിക്കലുകളാണ്. ഒരു രോഗത്തിന് വേണ്ടി ചികിത്സിക്കുമ്പോൾ ആ രോഗം താൽക്കാലികമായി ശമിച്ചാലോ അത് മറ്റു മാരകമായ രോഗത്തിന് കാരണമാകും. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആയുർവേദവും സിദ്ധവൈദ്യവും ഒക്കെ തുലവും മറ്റൊരു രോഗത്തിന് കാരണമാകുന്നില്ല എന്നുള്ളത്. ഇതാണ് അതിന്റെ പ്രധാനമായി എടുത്തു വരുന്നത്. പിന്നെ പ്രധാനമായിട്ടും അവനവന്റെ ജീവിതചര്യ ഭേദപ്പെടുത്തുക. അപ്പോൾ രോഗത്തിന് ഇപ്പൊ അലോപ്പതി ചികിത്സയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് രോഗത്തിന് കാരണം രോഗാണുക്കളാണെന്നുള്ള ഒരു സംഭവം. പക്ഷെ രോഗാണുക്കൾ രോഗത്തിന് കാരണമാണ് അല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് മാത്രമാണോ കാരണം? അല്ല.
രോഗത്തിന്റെ പ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്നതാണ് രോഗത്തിന്റെ കാരണങ്ങളിൽ ഒന്ന്. അത് മനസ്സാണ് പ്രധാനം അതിന്റെ കാരണം. മനസ്സ് അസ്വസ്ഥമായിരിക്കുമ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം എല്ലാം വീക്കായി മാറും. രണ്ട്, നമ്മുടെ വിരുദ്ധങ്ങളായ ആഹാര ജീവിത രീതികൾ. ഈ രണ്ട് കാര്യങ്ങളും ക്രമപ്പെടുത്തി വെച്ചാൽ തന്നെ ശരിയായ ആഹാരം, ശരിയായ വ്യായാമം, ശരിയായ വിശ്രമം, ഇത് ഇത്രയും വന്നാൽ തന്നെയും എല്ലാം കഴിയും. പക്ഷെ മനസ്സ് അസ്വസ്ഥമായിരിക്കുമ്പോൾ ഇതെങ്ങനെ ശരിയാക്കാൻ പറ്റും? ഞാൻ ഒരൗഷധത്തെക്കുറിച്ചോ ഇന്ന രോഗത്തിന് ഇന്ന ചികിത്സയെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. സാധാരണ അത് ഞാൻ പറയാറില്ല. അങ്ങ് ശ്രദ്ധിച്ചു കാണുമല്ലോ വർഷങ്ങളായിട്ട്. ഞാൻ ഫേസ്ബുക്കിൽ ഒരാൾക്ക് പോലും ഞാൻ ഒരൗഷധവും പറയാറില്ല. കാര്യം അതൊന്നും ഒരു രോഗത്തെ ഇന്നലെയും അമേരിക്കയിൽ നിന്നൊരു പേഷ്യന്റ് വിളിച്ചിരുന്നു. എപ്പോൾ വരണം ചികിത്സയ്ക്ക് പറഞ്ഞില്ല. കാരണം നേരിട്ട് നിങ്ങൾ എപ്പോഴായാലും ഇതിനു വേണ്ടി വരാനല്ല, വന്ന് കണ്ട് പരിശോധിച്ച് മാത്രം എന്നിട്ട് ഞാൻ ചികിത്സ നിശ്ചയിക്കും. ആരായാലും കണ്ട്, അതായത് നേരത്തെ പറഞ്ഞ പോലെ നാഡീ പരിശോധനകളുണ്ട്, അതുപോലെ ശബ്ദം, സ്പർശം, അതുപോലെ തന്നെ നാക്ക്. ഇനി മൂത്രവും മലമൊന്നും ഇപ്പൊ പരിശോധിക്കാറില്ല, പിന്നെ നിറമൊക്കെ നമ്മൾ അറിയും. ഇന്നും ട്രഡീഷണൽ ആയിട്ടുള്ള ലക്ഷണങ്ങൾ അനുസരിച്ച് ഡയഗ്നോസ് ചെയ്യുന്ന ഒരു രീതിയിലാണ് നമ്മൾ വന്നത്. നമ്മുടെ കൈവിരലുകളാണ് നമ്മുടെ എക്സ്റേയും സ്കാനറും ഒക്കെ. ഏത് നട്ടലിന്റെ ഏത് ഡിസ്കിന് എന്ത് പ്രശ്നം ഉണ്ടോ ഒക്കെ നമ്മുടെ വിരലുകൾ കൊണ്ട്. എനിക്ക് തോന്നുന്നു 40 വർഷമായി നമ്മുടെ തൊഴിൽ ഇതാണ്, മറ്റൊരു തൊഴിലിലേക്ക് പോകുന്നില്ല. ഈ അനുഭവങ്ങൾ ഇത് തന്നെ സാധനയാണ്. നമ്മുടെ സാധനങ്ങളിൽ മുഖ്യമായ ഒന്ന് ഇത് തന്നെ. നിരന്തരം ആ കൈപാകം എന്നൊക്കെ പറയില്ലേ, ഇത് ഓരോ വൈദ്യനും ഇതുണ്ടാവണം. നമ്മൾ എത്രത്തോളം ടെക്സ്റ്റുകൾ അരച്ച് കലക്കി കുടിച്ച് പ്രസംഗിച്ചിട്ടും കാര്യമില്ല. രണ്ട് കാര്യങ്ങൾ ഉണ്ടാവണം. ഒന്ന് ഗുരുത്വം. ഈ ഗുരുത്വം എന്നതിനകത്താണ് നമ്മുടെ ഉപാസനാസിദ്ധി. ഗുരുത്വം ഉള്ളതിന് വേറെ ഒന്നും വേണ്ട. അതോടൊപ്പമാണ് അറിവുകൾ. ഒരു രോഗി വന്നാൽ തന്നെ, കണ്ടാൽ തന്നെ നമുക്ക് ആ ലക്ഷണങ്ങൾ വെച്ചിട്ട് രോഗത്തെ അറിയാം. അതാ ഗുരുത്വം, കൈപുണ്യം എന്നൊക്കെ പറയില്ലേ, അതുള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. പഴയ കാലത്തെ ആൾക്കാർ പറയും, ഓ ആ വൈദ്യൻ നല്ല കൈപുണ്യമായിരുന്നു. യഥാർത്ഥത്തിൽ അത് ഉള്ളതാണ്. ഇന്നും വളരെ കുറച്ച് അപൂർവമായിട്ടുള്ളവരിൽ അതുണ്ട്. ഇതൊക്കെയാണ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, പറയാം, അറിയാവുന്നത്. തീർച്ചയായും അങ്ങ് ചികിത്സാ പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു അലോപ്പതി ആണെങ്കിലും നമ്മുടെ ഈ ഭാരതീയ സംസ്കൃതി, ഇപ്പൊ ചികിത്സാ പദ്ധതി മാത്രമല്ല, ഭാരതീയ സംസ്കൃതിയുടെ ഒരു പ്രത്യേകത തന്നെ നമ്മൾ നോക്കിക്കാണുന്നത് എല്ലാം ആത്മീയതയിൽ അധിഷ്ഠിതമാണ്. അങ്ങ് പറഞ്ഞ ഈ സ്ഥൂലവും സൂക്ഷ്മവും കാരണമൊക്കെ പറയുന്ന നേരത്ത് ആ സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് എല്ലാം കാണുന്നത്. പക്ഷെ അക്കാഡമിക് ആയിട്ട് ഈ വൈദേശിക വിദ്യാഭ്യാസത്തിന്റെയും വൈദേശിക കൺസെപ്റ്റുകളുടെയും പ്രത്യേകത എന്താ വെച്ചാൽ അവരൊക്കെ അക്കാഡമിക് ആയിട്ടാണ് നോക്കിക്കാണുന്നത്. അവിടെ എവിടെയാണോ ഈ പറയുന്ന വിശ്വാസം അല്ലെങ്കിൽ പറയുന്ന സാധനാ പദ്ധതിയിലുള്ള അതിനെ മാത്രം അവർക്ക് എന്താണ് ഇഷ്ടമല്ല, അല്ലെങ്കിൽ അത് എവിടെയുണ്ടോ അതിനെ നിഷേധിക്കുക എന്നൊരു കാഴ്ചപ്പാടാണുള്ളത്. ഇവിടെ നമുക്കറിയാൻ പറ്റും, ഇപ്പോൾ രാജ്യത്ത് വൈദേശിക ശക്തികളെ അവർ അടക്കി ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു വിദേശി ഉണ്ടാക്കിയൊരു സംവിധാനമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ ഒരു അന്നത്തെ ആ കാലത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു മഹനീയ വ്യക്തിത്വത്തിനാണ് ഡോക്ടർ ഹെഡ്ഗേവാർ എന്ന് പറയുന്ന ഡോക്ടർജി. എന്നാൽ അദ്ദേഹം കുറെ കാലം ആ സമരത്തിന് പോയതിനു ശേഷം അദ്ദേഹം തന്നെ ഇരുന്ന് ചിന്തിച്ചത്, ഇങ്ങനെ പോയിട്ട് എന്ത് കാര്യമാണ്, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്? അദ്ദേഹം ചിന്തിച്ചത്, എന്തുകൊണ്ടാണ് രാഷ്ട്രം അടിമത്വത്തിലേക്ക് പോയത്, എന്തുകൊണ്ടാണ് രാഷ്ട്രം മറ്റൊരുത്തന്റെ കയ്യിൽ അടക്കി ഭരണത്തിൽ കീഴിൽ വരാൻ കാരണം? അപ്പോൾ ആ കാരണത്തെയാണ് ചികിത്സിക്കേണ്ടത്. ആ കാരണം എന്താണെന്ന് കണ്ടെത്തി ചികിത്സിക്കാൻ അദ്ദേഹം ഉണ്ടാക്കിയ പദ്ധതി, അത് പേരെടുത്ത് പറഞ്ഞപ്പോ സംഘടനയുടെ കാര്യം നമ്മൾ പറഞ്ഞത്, എന്നിരുന്നാൽ പോലും അങ്ങേക്കും മനസ്സിലാവും. അപ്പോൾ ആ കാരണത്തെയാണ് ചികിത്സിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു ഭാരതീയമായിരിക്കുന്ന എല്ലാ ചികിത്സാ പദ്ധതി. വീണ്ടും പറഞ്ഞു, ചികിത്സാ പദ്ധതി മാത്രമല്ല, തന്ത്രമാവട്ടെ, മറ്റുള്ള വാസ്തു, ഈ എഞ്ചിനീയറിംഗ് സിസ്റ്റം ആവട്ടെ, എല്ലായിടത്തും ഇത് തന്നെയാണ്. അതൊക്കെ സ്പിരിച്വാലിറ്റിയോട് കൂടി ചേർന്ന് തന്നെയാണ്. അപ്പൊ ഒരു അങ്ങ് പറഞ്ഞു, അങ്ങയുടെ സംസാരത്തിനിടയ്ക്ക് വന്നിട്ട്, എന്നിരുന്നാൽ പോലും ഒരു പ്രേക്ഷകൻ ചോദിച്ച ചോദ്യമാണ്, ഇവിടെ ഈ സൈക്കാട്രി, നമ്മുടെ ഈ പറയുന്ന മാനസികമായിട്ടുള്ള വിഷയങ്ങൾ ഒത്തിരി വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ സൈക്കാട്രിസ്റ്റിനൊക്കെ പോയി കാണുമ്പോൾ ഒത്തിരി മരുന്നുകളൊക്കെ കൊടുത്ത് ഉള്ളതിനേക്കാൾ കൂടുതൽ അന്തവും കുന്തവും ഇല്ലാത്തവനായിട്ടാണ് ഈ വ്യക്തി മാറുന്നത്. എപ്പോഴും ഒരു ഉറക്കം തൂങ്ങിയായി മാറുക ചെയ്യുന്നത്. ആ ഒരു സന്ദർഭത്തിൽ സിദ്ധവൈദ്യത്തിന്റെ പ്രസക്തി ഏറി വരികയല്ലേ, അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊരു പ്രേക്ഷകന്റെ ചോദ്യം ഉണ്ടായിരുന്നു. പറ്റുകയാണെങ്കിൽ അതുകൂടി ഒന്ന് ചേർത്തിട്ട് നമുക്ക് ഇത് ഉപസംഹരിക്കാം. ഇവിടെ ഈ സൈക്കാട്രി എന്ന് പറഞ്ഞാൽ സൈക്കോസൊമാറ്റിക് പ്രോബ്ലം ആണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. സൈക്കോസൊമാറ്റിക് ഡിസീസിൽ ഇന്ന് ഏറ്റവും കൂടുതലായി കാണുന്ന ഒരു പ്രശ്നമാണ് ബിഹേവിയറൽ പ്രോബ്ലംസ് എന്ന് പറയും.
നമ്മുടെ സ്വഭാവത്തിൽ തന്നെ ചില എസ്കേപ്പിസമാണ് ചില വിഷയം. ഇപ്പൊ അതായത് ഒരു രോഗി ഒരു ഹോസ്പിറ്റലിൽ വരുന്നു, വന്നതെന്താ, ബ്ലഡ് വൊമിറ്റ് ചെയ്തു. അവിടെ വന്ന് കംപ്ലീറ്റ് പരിശോധനകളെല്ലാം നടത്തി, രോഗം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ബ്ലഡ് വൊമിറ്റ് ചെയ്തിട്ടില്ല. ഒബ്സർവേഷനിൽ 4 ദിവസമൊക്കെ അഡ്മിറ്റ് ആയി ചികിത്സിച്ച് പിന്നെ ഹോസ്പിറ്റലിൽ വന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ മെഡിസിൻ കൊടുക്കുമല്ലോ, അത് കൊടുത്തിട്ട് ആശ്വാസത്തിന് കുറച്ച് നാളത്തേക്കുള്ള മരുന്നൊക്കെ കൊടുത്ത് വിട്ടു. പിന്നെ കുറേ നാളത്തേക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെ ഇരുന്നപ്പം ഈ വിഷയമല്ല, ഒരു വശം അങ്ങ് തളർന്നു, വീണ്ടും വന്നു. അതേ ആള് തന്നെയാണ്, ലക്ഷണം ബ്ലഡ് വോമിറ്റിംഗ് മാറി, ഏറെ കൈ ഒരു വശം അങ്ങ് തളർന്നു. പരിശോധനകളിലൊന്നുമില്ല, MRIയും കാര്യങ്ങളെല്ലാം നടത്തി, ഒന്നുമില്ല. ഇങ്ങനെ നിരന്തരം പല രോഗങ്ങളും വിഷയങ്ങളും വന്നപ്പോഴാണ് അതിനെപ്പറ്റി കൂടുതൽ പഠനങ്ങൾ നടത്തിയതും. ഇത് നമ്മുടെ ചില വീട്ടിലും മറ്റുമൊക്കെ ഉള്ള, ചില ഓഫീസിലും മറ്റുമൊക്കെ ഉള്ള ചില പ്രശ്നങ്ങളെ അതിൽ നിന്ന് നമ്മുടെ ശരീരം നാം പോലും അറിയാതെ നമ്മുടെ ശരീരം അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രശ്നമാണ്. അതും സൈക്യാട്രിയിൽ പെടുന്നതാണെങ്കിലും അതിനെ ബിഹേവിയറൽ പ്രോബ്ലംസ്. ഇത് ധാരാളം പേഷ്യൻസ് എൻ്റെ മുന്നിൽ ഇവിടെ വരാറുണ്ട്. അവരുടെ പ്രശ്നങ്ങൾക്ക് മറ്റു പല വിഷയങ്ങളായിട്ടാണ് ഇവിടെ വരുന്നത്. അങ്ങനെ ഇവിടെ എല്ലാവരും സൈക്കോളജി ഒക്കെ ഇവിടെ പഠിച്ചിട്ടുള്ളവരായതുകൊണ്ടും ഇവിടെ സൈക്യാട്രി ഒരു വിഷയമായത് കൊണ്ടും ഒക്കെ നമ്മൾ ഈ പല രോഗങ്ങൾക്കും, കാര്യം ഇന്നുള്ള പ്രശ്നമല്ല അവർക്ക് അടുത്ത ആഴ്ച ഉണ്ടാകുന്നത്. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി അനലൈസ് ചെയ്ത് അവർക്ക് ചില ടെസ്റ്റുകളൊക്കെ നമ്മൾ നടത്തി ബിഹേവിയറൽ പ്രോബ്ലംസ് ആണെന്ന് കണ്ട് അതിനനുസരിച്ചുള്ള ചികിത്സകളാണ്. ഇന്നലെ തന്നെ US നിന്ന് വിളിച്ചതും ഇതേ കേസ് തന്നെയാണ്, ഇതേപോലെ തന്നെ വിഷയമാണ്. അപ്പൊ ഇതേപോലെ നിരവധി വിഷയങ്ങൾ ഈ ബിഹേവിയറൽ പ്രോബ്ലംസ് നമ്മൾ അറിയുന്നില്ല രോഗങ്ങളാണ്. നടുവേദനയ്ക്ക് ചികിത്സിച്ച് കുറച്ച് കഴിയുമ്പം വേറൊരു സ്ഥലത്താവും, ചിലപ്പോൾ കഴുത്തിനാവും. ഇതെല്ലാം ഇതുണ്ട്. അപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ മനസ്സാണ് ആദ്യം ശരിയാവേണ്ടത്. ഈ മനസ്സ് ശരിയാവണമെങ്കിൽ ഒരു ഉത്തമ ഉപാസന ഉണ്ടാവണം, ഉത്തമ ഗുരുവും ഉണ്ടാവണം. എന്തെങ്കിലും ആരെങ്കിലും പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോയത്. ഇപ്പൊ നമ്മുടെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാരം തരാൻ കഴിയുന്ന ഒരാളിനോട് വേണം ആ പ്രശ്നം പറയാൻ, ഇല്ലെങ്കിൽ അത് വിപരീത ഫലം ഉണ്ടാകും. എപ്പോഴും നമുക്കൊരു ആവശ്യം, ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഗുരുസ്ഥാനീയനായ ഒരാളുണ്ടാവണം. അതോടൊപ്പം ഒരു ഉപാസന. ഇത് മുഴുവൻ സമൂഹം, അവിടെ ക്രിസ്ത്യനെന്നോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ഒന്നുമില്ല. ക്രിസ്ത്യാനാണെങ്കിൽ പള്ളിയിൽ പോകണം, അവരവരുടേതായ ആരാധനാ സമ്പ്രദായം ചെയ്യണം. ഇസ്ലാം ആണെങ്കിൽ പോകണം. അതിനോടൊപ്പം രാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്, അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ എല്ലാവരും അവരവരുടെ മതവും സംസ്കാരവും ഫോളോ ചെയ്ത് തന്നെ പോകണം. ഹിന്ദുക്കൾ മാത്രമാണ് ആര് നിയന്ത്രിക്കാനില്ലാത്ത കെട്ടുപൊട്ടിയ പട്ടണങ്ങൾ പോലെ ഇങ്ങനെ നടക്കുന്നത്. അവിടെയാണ് ഉത്തമ ഗുരുക്കന്മാരുടെ ആവശ്യം. ഉത്തമ ഗുരുക്കന്മാരെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. അബദ്ധങ്ങൾ കാണിക്കാതെ ശരിയായ രീതിയിൽ സ്ഥൂല ഗുരുക്കന്മാരെ കണ്ടെത്തി അവരുടെ ഉപദേശം അനുസരിച്ച് ഉപാസനകൾ അനുഷ്ഠിച്ചു പോയാൽ, ഞാൻ നേരത്തെ പറഞ്ഞ 95% മനസ്സിൽ നിന്നാണ് ശാരീരിക രോഗങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ ആ 95% പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ കഴിയുക തന്നെ ചെയ്യും. ഒരു തർക്കവുമില്ല. ഞാനൊരു സീനിയർ സിറ്റിസൺ ആണ്. ഈ നിലയിൽ തന്നെ ഞാൻ പറയാണ്, ഇന്ന് ഞാൻ ഓടും ചാടും എല്ലാവരെയും കൊണ്ടും ചെയ്യിച്ച് ഇങ്ങനെ നടക്കും. ഇതൊക്കെ ഉപാസനാഫലം തന്നെയാണ്. നമ്മുടെ ശബ്ദം, നമ്മുടെ നോട്ടം, ഭാവം, ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയും ഉപാസന ചെയ്യുന്നവരാണ്. നിരവധി ആൾക്കാർ, ചെറുപ്പക്കാർ ഒക്കെ പലവിധ വിഷയങ്ങളായിട്ട് വരുമ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ ശാരീരിക പ്രശ്നങ്ങളെ പഠിക്കുന്നതോടൊപ്പം ഇതിന്റെ കാരണങ്ങളിലേക്കാണ് ഞാൻ ഇറങ്ങി ചെല്ലുന്നത്. അപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞതാണിത്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായും ഉത്തമ ഗുരുവിനെ കണ്ടെത്തുക, ഒരു ഉപാസനയിലൂടെ മുന്നോട്ട് പോവുക. ഇന്നത്തെ 95% പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാവും. കഴിയുമെങ്കിൽ മനസ്സ് ശരിയായാൽ സാത്വികമായി ചിന്തിക്കാനും, ഭക്ഷണത്തിൽ ഞാൻ ഒരു കാര്യം പറയാറുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, മാംസാഹാരം തെറ്റെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ശ്രീരാമനും ഒക്കെ തെറ്റുകാരായിരുന്നു. രാമായണത്തിനെ പറ്റി ഇപ്രാവശ്യം പല സെമിനാറിലും ഒക്കെ പങ്കെടുത്ത ആളെന്ന നിലയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്,
രാമായണം, അത് വാൽമീകി രാമായണം ആയിക്കോട്ടെ, ആധ്യാത്മ രാമായണം ആയിക്കോട്ടെ, ഏത് രാമായണം ആയിക്കോട്ടെ, രാമന്റെ വനവാസ യാത്ര എടുത്താൽ മതി. വനവാസത്തിൽ ഓരോ ഭാഗത്തും ചെന്നിട്ട് അവിടെ താൽക്കാലികമായി താമസത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുമ്പോൾ അവിടെ വാസ്തു പൂജ ചെയ്യുമ്പോൾ മാനിനെ കൊന്ന് അത് പാകം ചെയ്ത് കഴിച്ചും അതൊക്കെയാണ് പൂജയുടെ ഭാഗമാണ്. അതൊക്കെ കുരുതി തന്നെയാണ്. എവിടെ ഹിന്ദുവിന് പ്രത്യേകിച്ച് രാജസീയ ഗുണം നഷ്ടപ്പെട്ടു പോയോ അന്ന് തൊട്ട് ഹിന്ദു താഴെയറ്റത്തെത്തി. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറയുന്നു, കവളം നഷ്ടപ്പെട്ടു. ഇന്ന് നമ്മുടെ കൊടുങ്ങല്ലൂർ ഉൾപ്പെടെ സർവ്വസ്ഥലത്തും കുരുതി പുനഃസ്ഥാപിക്കണം എന്ന പക്ഷക്കാരനാണ് ഞാൻ. ഇവിടെ ആയിരക്കണക്കിന് ഓരോ ഫംഗ്ഷൻ വരുമ്പോൾ ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് കോഴിയെ, ആടിനെ, പോത്തിനെയൊക്കെ വെട്ടിക്കൊല്ലുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. ആചാരത്തിന്റെ ഭാഗമായിട്ട് കുരുതി അത് ചെയ്യുമ്പോൾ അതിനെ തടയുന്നെങ്കിൽ അതിന്റെ പിന്നിൽ വേറെ ചില ലക്ഷ്യങ്ങളാണുള്ളത്. അതുകൊണ്ട് സസ്യാഹാരം, നിനക്ക് സസ്യാഹാരം കഴിക്കണമെങ്കിൽ നീ കഴിച്ചോ, മറ്റുള്ളവരുടെ ആഹാരത്തെ നീ തീരുമാനിക്കേണ്ട. മാംസാഹാരം കഴിക്കുന്ന എത്രയോ സാത്വികന്മാരുണ്ട്, സസ്യാഹാരം കഴിക്കുന്ന എത്രയോ കുഴപ്പക്കാരന്മാരുണ്ട്. അതുകൊണ്ട് ഭക്ഷണ സംസ്കാരമായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട. പിന്നെ തുലവും മാംസാഹാരത്തെക്കാളും സസ്യാഹാരം തന്നെയാണ് ശരീരത്തിന് ഉത്തമം എന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ത് നിങ്ങൾ കഴിച്ചു, അതിനൊന്നും ഒരു കുഴപ്പമില്ല. എൻ്റെ അടുത്ത് പല അമ്മൂമ്മമാരും വന്നിട്ടൊക്കെ പറയാറുണ്ട്. അത് അങ്ങക്ക് അറിയാവുന്ന ഒരു പ്രശസ്ത ആത്മീയാചാര്യായിട്ടുള്ള ഒരമ്മ തന്നെ കൊച്ചുമകനെ പറ്റി പറഞ്ഞു, അവൻ കൂട്ടുകാരുടെ കൂടെയൊക്കെ പോയിട്ട് അതും ഇതുമൊക്കെ കഴിക്കും, മാംസം കഴിക്കും. ഞാൻ അവനോട് പറഞ്ഞു, നിനക്കിഷ്ടമുള്ളതെല്ലാം കഴിച്ചിട്ടില്ല, നിനക്കെന്ന് വേണ്ട തോന്നുക അന്ന് വേണ്ടാന്ന് വെച്ചാൽ. അതുകൊണ്ട് ഭക്ഷണ സംസ്കാരത്തിൽ അവനവന് ഇഷ്ടപ്പെട്ടതാണ് ഭക്ഷണ സംസ്കാരം. മാംസാഹാരം കഴിക്കേണ്ടവർക്ക് അത് കഴിക്കാം, സസ്യാഹാരം കഴിക്കേണ്ടവർക്ക് അത് കഴിക്കാം. ഒരാൾ മറ്റൊരാളെ പരിഹസിക്കുകയോ അപമാനിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മതവിശ്വാസവും അവനവന്റെ വിശ്വാസം അവനവൻ തുടരട്ടെ. അന്യന്റെ മതത്തെ അപമാനിക്കാനും ആക്ഷേപിക്കാനും പോകുമ്പോഴാണ് പ്രശ്നം. അവനവന്റെ വിശ്വാസവും അവനവന്റെ ജീവിത രീതി പോവാ. നമുക്കാരോടും പരാതിയും പരിഭവങ്ങളും വിദ്വേഷങ്ങളും ഒന്നുമില്ലാതെ ജീവിക്കാൻ കഴിഞ്ഞാൽ അവിടെയാണ് ആരോഗ്യം എല്ലാ തരത്തിലും ഉണ്ടാകുന്നത്. എന്തായാലും ഒത്തിരി നേരം സ്വാമിജി പറഞ്ഞ കാര്യങ്ങൾ, നമ്മളുടെ വിഷയം ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ആധുനിക കാലഘട്ടത്തിലും ഈ സിദ്ധപാരമ്പര്യത്തിന്റെ മഹത്വത്തെ കുറിച്ച് ഓരോ വ്യക്തിക്കും അതിന്റെ ഗുണങ്ങൾ എങ്ങനെയൊക്കെ, അതിന് മരുന്നുകളൊന്നും പറയാണ്ട് തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം സ്വാമിജി നമ്മളോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു. നമുക്ക് എന്തുകൊണ്ട് അസുഖം വരുന്ന രോഗമാണ് എന്നൊക്കെ എത്ര തന്നെ പറഞ്ഞാലും അതിനൊക്കെ ഒരു കാരണം ഉണ്ടാക്കണം. മനസ്സിൽ നിന്ന് ആരംഭിക്കുന്നു. അവിടെ പുറത്ത് നമ്മൾ എടുക്കുന്ന ഡാറ്റ ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ഭാരതീയ സംസ്കൃതി, ഹൈന്ദവ സംസ്കൃതിയുടെ മഹത്വം അദ്ദേഹം ഊന്നി പറഞ്ഞു. ഈ ഒരു കാര്യമാണ് നമുക്ക് എല്ലാ പ്രേക്ഷകരോടും പറയുന്നത്. എന്തുകൊണ്ട് ഹിന്ദു സംസ്കൃതിയുടെ മഹത്വം ഇത്ര കണ്ട് പ്രശംസനീയമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. അതിൽ ചില മാലിന്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരിക്കും. കാലഘട്ടത്തിൽ തൊഴുക്കി പലതും വന്ന് പറ്റിയിട്ടുണ്ടായിരിക്കാം. അതങ്ങ് തുടച്ചു കളയാൻ പറ്റുന്നതേ ഉള്ളൂ. അത് തുടച്ചു കളയാൻ മറ്റുള്ളവരല്ല വേണ്ടത്, അത് നമ്മൾ തന്നെയാണ്. നമ്മളെ നോക്കി കൊഞ്ഞലം കുത്തുന്നവരോട് നമ്മൾ പറഞ്ഞത് നിങ്ങൾ ചെയ്യേണ്ടത്, എന്റെ വീടാണെങ്കിൽ ഇവിടെ മാറാല തട്ടാൻ എനിക്കാകും, ഞാനത് തട്ടിക്കോളാം എന്ന് പറയുന്ന രീതിയിലേക്ക് ഹൈന്ദവർ മാറുകയും ഹൈന്ദവരുടെ ജീവിതശൈലി, ആരോഗ്യമുള്ള ഒരു ജനത, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പന്ത് കളിക്കുന്ന കുറെ ആളുകൾ വേണം, അല്ലെങ്കിൽ ചെറുപ്പക്കാർ അങ്ങനെയായിരിക്കുന്നത്. ആരോഗ്യം ഉണ്ടായിരിക്കണം. ആരോഗ്യമുള്ള ഒരു ജനതയ്ക്ക്, ആരോഗ്യമുള്ള ഒരു മനസ്സോടുകൂടി നമ്മൾ പ്രവർത്തിക്കും. നമ്മുടെ രാഷ്ട്രം ലോകത്തിന് മാതൃകയാണ്. അത് ഹിന്ദു ധർമ്മത്തിന് കൊടുക്കാൻ പറ്റുന്ന, എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു മാതൃക തന്നെയാണ് എന്ന് തന്നെയാണ് സ്വാമി പറഞ്ഞു വെക്കുന്നത്. അപ്പൊ സ്വാമി അവസാനം കൂട്ടിച്ചേർന്ന് നമ്മളെപ്പോലെ ഒരു ആചാര്യൻ അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം കൂട്ടിച്ചേർത്തപ്പോൾ അദ്ദേഹം ഭക്ഷണത്തിൽ, പ്രത്യേകിച്ച് തീറ്റയും കൂടിയല്ല ഹിന്ദു ധർമ്മം, നിങ്ങൾ എന്ത് വേണം കഴിച്ചോളൂ, അതിലല്ല പ്രശ്നം. അതുപോലെ തന്നെ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സംസാരത്തെ അദ്ദേഹം പറഞ്ഞു എന്ന ധാരണയിൽ തന്നെയാണ്. എന്നിരുന്നാലും നമ്മൾ പറയണേ, ഏത് ഭക്ഷണമായാലും ശരി യുക്തമായ അളവിൽ. അതുകൊണ്ട് ഗീതാകാരൻ യുക്ത എന്നാണ് ആദ്യം പറഞ്ഞത്. എന്തിനൊരു പരിമിതിയുണ്ട്, അതിൽ നിന്ന് കഴിച്ചാൽ ഒരു കുഴപ്പമില്ല. സംസ്കരിക്കേണ്ടതിനെ സംസ്കരിച്ച് യുക്തമായ അളവിൽ കഴിക്കുകയാണെങ്കിൽ ആരോഗ്യപ്രദമാണ്. അല്ല ഫാസ്റ്റ് ഫുഡിന്റെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇറച്ചി തിന്നാം, മീൻ തിന്നാം, കൗളനാണ്, ശക്തയനാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഈറ്റിയും കൂടിക്ക് പ്രാധാന്യം കൊടുക്കും. പച്ചക്കറി ആണെങ്കിലും വാരി വലിച്ച് തിന്നുകയാണെങ്കിൽ അതൊക്കെ അജീർണം ഉണ്ടായിരിക്കും, നമുക്ക് ഒരുപാട് രോഗങ്ങൾ വരും എന്നൊക്കെ സ്വാമിജി നമ്മളുടെ അറിയാതെ തന്നെ പല രീതിയിൽ പറഞ്ഞിട്ട് തന്നെയാണ് മുന്നോട്ട് പോയത്. എന്തായാലും വലിയ സന്തോഷമാണ് ഇത്രയും നേരം നമ്മുടെ മുന്നിൽ ഈ വിലപ്പെട്ട സമയം. അദ്ദേഹം ഒരു മീറ്റിംഗ് കഴിഞ്ഞ് അവിടെ കഴിഞ്ഞില്ല, അതിന്റെ മുന്നേ ഓടി വന്നിട്ടാണ് നമ്മളെ കൂടെ ഇരുന്നത്. എല്ലാം നമ്മുടെ ഈ സനാതന ഹൈന്ദവ ധർമ്മത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലൂടെ ഈ ചികിത്സാ പദ്ധതി കൊണ്ടു നടക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കുടുംബവും നമ്മളവിടെ നേരിട്ട് ചെന്നപ്പോൾ കണ്ടതാണ്. അവിടെ ഒരു അമ്മയുണ്ട്, അദ്ദേഹമുണ്ട്, ഒരു മോളുണ്ട്, ഒരു മോനുണ്ട്. ഇവരെയൊക്കെ സംസ്കാരം എന്ന് പറയുന്നത് സത്യസന്ധമായി അവരുടെ ഒരു തീരുമാനം, സത്യം വധ, ഈ യാജ്ഞവൽക്യം സത്യം വധ ധർമ്മം ചര, അല്ല സത്യം പറയുക, ധർമ്മത്തിൽ പ്രവർത്തി. അപ്പൊ അവർക്കാകുന്ന രീതിയിൽ അവര് എല്ലാ സമസ്ത മണ്ഡലത്തിലും ആകുന്ന പോലെ സ്വാമിജി ചെയ്യുന്നുണ്ട്. മറ്റൊരാളെയും ബോധ്യപ്പെടുത്താനല്ല, സ്വന്തം ആത്മസംതൃപ്തിക്ക് വേണ്ടത് അദ്ദേഹം ചെയ്യുന്നത്. പൂർണ്ണ ബോധ്യം നമുക്കുണ്ട്.
തുടർന്നും ഇത്തരത്തിൽ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, സമാജവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ലോകരുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് മതത്തിന് നമുക്ക് നമ്മുടെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം എന്ന് ഖുർആൻ തന്നെ പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ എനിക്ക് എന്റെ മതം. പക്ഷേ മതരാഷ്ട്രം, എന്റെ മതം ലോകം മുഴുവൻ എന്ന് കരുതി മറ്റവന്റെ കഴുത്തിറക്കാൻ വെമ്പൽ പൂളുമ്പം ഇവിടെ നിന്ന് തരാൻ ആർക്കും ആകില്ല എന്ന് എപ്പോഴും എല്ലാവരും പറയാറുള്ളൂ. അല്ലാണ്ട് ആ മതത്തിനോടൊന്നും ആർക്കും ഒരു മതത്തിനോടുമില്ല. അതിനാണ് സ്വാമിജിയും പറഞ്ഞത്. അത് അങ്ങനെ എല്ലാവരെയും ചേർത്ത് നിർത്തി എല്ലാവരും എന്റേതാണ്, എന്റെ ജനതയാണ്, നമ്മളെല്ലാം ഒന്നാണ്, ഒറ്റക്കെട്ടാണെന്ന് പറയുന്ന ഈ രാഷ്ട്രത്തിന്റെ സംസ്കൃതി, ഹൈന്ദവ സംസ്കൃതി, അത് അതിന്റെ ഏത് ശാസ്ത്ര പദ്ധതി ആവട്ടെ, അത് ആത്മീയത്തിൽ അധിഷ്ഠിതമാണ്, അത് ഗുരു സമ്പ്രദായത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ പോലെ ഗുരു സമ്പ്രദായത്തിലൂടെ ഗുരുത്വം നേടിക്കൊണ്ട് ഹൈന്ദവ എല്ലാവരും ആത്മീയതയിൽ സഞ്ചരിച്ച് ആത്മജ്ഞാനമുള്ളവരാവുക, ഭൗതിക ഉന്നതി കൈവരിക്കുക എന്ന സന്ദേശം, സ്വാമിജി പറഞ്ഞ സന്ദേശം ഒരിക്കൽ കൂടി എടുത്തു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു കൂട്ടിയിരുന്നുള്ള സംസാരം അല്ലെങ്കിൽ അഭിമുഖം ഇന്ന് ഉപസംഹരിക്കുകയാണ്. ഇത്രയും നേരം ശ്രമിച്ചിരുന്ന ഏവർക്കും, അല്ലെങ്കിൽ ഇനി ഇത് മറ്റു രീതിയിൽ കേൾക്കാൻ സാധ്യതയുള്ള ഓരോരുത്തരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എവരെയും സ്വാമിജി അങ്ങോട്ട് പ്രത്യേകം ഒരു നന്ദി പറയുകയാണ് ഇത്രയും നേരം ഇരുന്നതിന്. എന്തായാലും നമ്മുടെ പ്രേക്ഷകരുമായി സംസാരിച്ച് നമ്മുടെ ധർമ്മത്തെ ഇത്ര പ്രചരിപ്പിച്ച്, അതുകൊണ്ട് ഈ വിദ്യയെ പറഞ്ഞതിന് ഒരുപാട് സന്തോഷമുണ്ട്. നന്ദി, നമസ്തേ. എവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനവും കരുനീലിയമ്മയും മുത്തിവെറ്റ കുട്ടിച്ചാത്തന്മാരും സകല പഠിമാനമക്കളും അനുഗ്രഹിക്കട്ടെ. നമ്മൾ എപ്പോഴും ധർമ്മപക്ഷം നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. നമസ്തേ. ഓം ഹരിം നമ ചണ്ടാള രൂപായ ഗുരു ശ്രീപാദകാം പൂജയാമി ചണ്ടാളഹം. ജയ് ഹിന്ദ്. വന്ദേ മാതരം.